നമ്മൾ ജൂലൈ 4th വീക്കാണ് കറണ്ട് അഫയർ ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു 3-4 കറണ്ട് അഫയർ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. പക്ഷേ എനിക്ക് കവർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ചില ടോപ്പിക് ഉണ്ട്. അത് അടുത്ത ആഴ്ച നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിക്കുക. 2-3 ടോപ്പിക്ക് നിങ്ങൾ പത്രം, ഡെയിലി, വിവേക എക്സ്പ്രസ് എങ്കിലും ഫോളോ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയെ പറ്റി ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഞാൻ നിങ്ങളെ ഡിസ്കസ് ചെയ്ത് തരണം. ഓക്കെ. പിന്നെ രണ്ടാമത് റൈറ്റ് ടു പ്രൊട്ടസ്റ്റ്. ഓക്കെ, റൈറ്റ് ടു പ്രൊട്ടസ്റ്റിനെ പറ്റി ജന്തർ മന്ദറിൽ നടക്കുന്ന കാര്യങ്ങൾ റിലേറ്റഡ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആംഗിൾസ്. സോ ഈ 2 ആർട്ടിക്കിൾ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം വായിച്ചു നോക്കുമല്ലോ, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഞാൻ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഐ വിൽ ടേക്ക് അപ്പ് ദീസ് 2 ടോപ്പിക്സ്. പിന്നെ വേറൊരു ടോപ്പിക് ഉണ്ട്, അത് ഞാൻ പഠിപ്പിക്കില്ല, പക്ഷെ ഐ എക്സ്പെക്ട് യു ടു റീഡ് ഇറ്റ്. അതായത് കാനഡ ഇന്ത്യ ഡിഫൻസ് റിലേഷൻ. ക്ലിയർ? പിന്നെ വളരെ സ്റ്റാറ്റിക് ആയിട്ട് കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യില്ല. പിന്നെ ഡെങ്കുവിന്റെ ഒരു വാക്സിൻ വന്നിരുന്നു, അത് ഏതാണെന്ന് നോക്കുക. പുതിയത് നിങ്ങൾ ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ന്യൂസാണ്. ഡെങ്കു വാക്സിൻ ഏതായി, ഡെങ്കു വാക്സിൻ ഇന്ത്യ അപ്രൂവ് ചെയ്തെന്നുള്ളത് പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത്. ഡെങ്കു വാക്സിൻ ഏതാണെന്ന് നിങ്ങൾ സ്വയം നോക്കണം. കാനഡ ഇന്ത്യ റിലേഷൻ നോക്കണം. ഓക്കെ, അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇത് രണ്ടും ഞാൻ പഠിപ്പിക്കും. ഏതാ? സെമി കണ്ടക്ടറും അതുപോലെ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ്. ഇത് നിങ്ങൾ നോക്കണം. എന്താ? കാനഡ ഇന്ത്യ ഡിഫൻസ് റിലേഷൻ, ഡെങ്കു വാക്സിൻ. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കണം, ലെവിറ്റേറ്റിംഗ് ടെക്നോളജി ട്രെയിൻ, മാംഗ്ലിയേവ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു ട്രെയിനിനെ പറ്റിയുള്ള പരാമർശമുണ്ട്. ഹൈഡ്രജൻ ട്രെയിനിനെ പറ്റി പരാമർശമുണ്ട്, അത് ഞാൻ ഇന്ന് പഠിപ്പിക്കും. മറ്റേ ട്രെയിൻ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, ലെവിറ്റേഷൻ ടെക്നോളജി ഉള്ള ട്രെയിൻ. ഇത്ര കാര്യങ്ങൾ കഴിഞ്ഞാൽ എല്ലാം ഏകദേശം ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയറും നിങ്ങളുടെ കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇതിൽ ഇത്രയും കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യണം. ഇത് രണ്ടും ഞാൻ അടുത്ത ആഴ്ച ചെയ്തു തരും. ബാക്കി ഇമ്പോർട്ടൻ്റ് എല്ലാം ഇന്നത്തെ ഈ അനാലിസിസിൽ കവർ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എല്ലാ കറണ്ട് അഫയറും അവെയർ ആണ്. ഓക്കെ, ആ ആഴ്ച നടന്ന എല്ലാ കറണ്ട് അഫയറും എനിക്കറിയാം, പക്ഷെ എല്ലാം ഞാൻ പഠിപ്പിക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് കുറച്ച് ഡിസ്കഷൻ വേണ്ടതുമായിരിക്കും ഞാൻ ഇവിടെ പഠിപ്പിക്കും. ബാക്കി യു ആർ സപ്പോസ് ടു റീഡ്. അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 15-20 ആർട്ടിക്കിളോളം ഞാൻ വായിക്കുന്നുണ്ട്. 20 ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, ഹിന്ദു ഉണ്ട്. ഇതെല്ലാം കൂടെ ഡെയിലി പഠിപ്പിക്കാൻ നിന്നാൽ നമ്മുടെ കറണ്ട് അഫയർ 15 മണിക്കൂറായി പോകും. അത് പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾ വിവേക എക്സ്പ്രസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പിക്ക് ചെയ്യുക. മേജർ കാര്യങ്ങൾ വിച്ച് നീഡ്സ് എലാബറേഷൻ ഐ വിൽ ഡിസ്കസ് ഹിയർ. ഓക്കെ, പിന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോളിറ്റിയിൽ ഉള്ളതുകൊണ്ട് ഞാൻ റീട്രേറ്റ് ചെയ്യാത്തത്. അതായത് എക്സാമ്പിൾ ജഡ്ജസിന്റെ സ്ട്രെങ്ത് കൂട്ടുന്ന കാര്യം. ഇത് പക്ഷേ നേരത്തെയുള്ള ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ജഡ്ജസിന്റെ കറണ്ട് അഫയർ ക്ലാസ്സിൽ ഓർമ്മയുള്ളവർക്ക് ഓർത്തെടുക്കുക. പിന്നെ ജഡ്ജസിനെ പുറത്താക്കുന്ന ജഡ്ജസ് ഇൻക്വയറി ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ന്യൂസ് വന്നിട്ടുണ്ട്. അത് ജുഡീഷ്യറി പഠിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഞാൻ അത് എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, റൈറ്റ് ടു വാക്ക് പിന്നെയും ന്യൂസ് കയറി വന്നിട്ടുണ്ട്, പക്ഷെ അത് ഓൾറെഡി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൺലൈൻ ഞാൻ ഓഡിബിൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളോട് ഞാൻ 11:45 പറഞ്ഞതാണ്, പക്ഷെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടി കാരണം ഞാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കറക്റ്റ് ആയോ? ഓക്കെ ആയോ? ഇനിയും ഞാൻ ഇതൊക്കെ പറഞ്ഞു, നിങ്ങൾ പറയൂ. ഓക്കെ ആണോ ശ്യാമേ? അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഏതൊക്കെ കറണ്ട് അഫയറാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ പഠിപ്പിക്കാൻ സാധ്യതയുള്ളത്? നമുക്കൊരു ഐഡിയ വേണം കേട്ടോ, നമ്മുടെ ചുറ്റും ലോകത്തിൽ എന്താ നടക്കുന്നതെന്ന്. ഡിഫെക്ഷനെ പറ്റി ഒരു ന്യൂസ് വന്നിരുന്നു, ആന്റി ഡിഫെക്ഷൻ. അതിന്ന് ഞാൻ കവർ ചെയ്യും. അതൊന്ന്. പിന്നെ ഈ ഇറാൻ യുദ്ധത്തിനകത്ത് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ നോക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ വന്നിരിക്കുന്നത്, അതാ നമ്മൾ ഇന്ന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ ഒരു പ്രൈവറ്റ് ഏജൻസി ആദ്യമായിട്ടൊരു റോക്കറ്റ് ലോഞ്ച് ചെയ്തു, വിക്രം-1 സ്കൈ റൂട്ട് ലോഞ്ച് ചെയ്തു. ഓക്കെ, അത് പഠിക്കണം. ദാറ്റ് ഐ വിൽ ടീച്ച് യു ഇൻ എ ഡീറ്റെയിൽ മാനർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 4-5 ആർട്ടിക്കിൾസ്. പിന്നെ ഈ കൂടംകുളം ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നോ? അത് വീഡിയോ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് കിട്ടും, അത് കണ്ടുപോകും കേട്ടോ. കൂടംകുളത്ത് എന്താ നടന്നെന്നുള്ളത്. സൈബർ ബ്രീച്ച് ആണ് നടന്നിരിക്കുന്നത്. ഐ ഹാവ് മെയ്ഡ് എ വീഡിയോ ഐ തിങ്ക്. അപ്പൊ അത് കാണുക. ഓക്കെ,
ശ്യാമ ഓക്കെ? നിങ്ങൾക്ക് ഇപ്പം 3 സബ്ജക്റ്റ് അല്ലേ പോകുന്നത്? പോളിറ്റി, IR, ജോഗ്രഫി അല്ലേ? IR പക്ഷെ ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ. അപ്പൊ അത് സൈഡിൽ കൂടെ അങ്ങ് കവർ ചെയ്ത് പോയാൽ മതി. കറണ്ട് അഫയർ വായിച്ചാൽ അത് ഓക്കെ ആയിരിക്കും. അപ്പൊ പോളിറ്റിയും ജോഗ്രഫിയും നല്ല കോർ സബ്ജക്റ്റ്. അത് ക്ലാസ്സിൽ വെച്ച് തന്നെ മനസ്സിലാക്കി ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ക്ലാരിറ്റി, അതിന്റെ റിവിഷന് നിങ്ങൾ മുടക്കരുത്. ബാക്കി കാര്യത്തിൽ എൻഗേജ് ചെയ്യാതെ അത് പഠിക്കുക. പിന്നെ ഞാൻ പറയുന്നത്, പെട്ടെന്ന് ദ്രുതഗതിയിൽ ഓപ്ഷണലിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുക. ഇവിടെങ്കിൽ ഇവിടെ, പുറത്തെങ്കിൽ അത്. പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ ഈ പ്രിലിംസ് എല്ലാം കഴിഞ്ഞ് എല്ലാം പാസ്സായിട്ട് ഓപ്ഷണൽ എഴുതാൻ പറ്റാതിരുന്ന ഓപ്ഷണല് തുടങ്ങിയേ പറ്റൂ. എനിക്കൊന്ന് 2 ഡെമോ കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലെ? ക്രോസ് ഒക്കെ റൈറ്റ് ആയിരിക്കും, പക്ഷെ ഓപ്ഷണല് അത് നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ സംഭവമാണ്, നിങ്ങൾ സെലക്ട് ചെയ്യണം. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, ഓപ്ഷനിൽ ലേറ്റ് ആയിട്ടിരുന്നാൽ ഭയങ്കര പണി കിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ലാസ്റ്റ് മറ്റേത് പിന്നെ ചെയ്യാമെന്ന്. ഓക്കെ 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 ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൺലൈൻ ഓഡിബിൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ഷമ ഒന്ന് ചെക്ക് ചെയ്തേക്കണടാ, ഓഡിബിൾ ആണോന്ന്. നമുക്ക് ഓരോ കറണ്ട് അഫയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം വിത്തൗട്ട് ലൂസിങ് ടൈം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ന്യൂസ് എന്താ? ഇറാൻ എന്ത് ചെയ്തിട്ടുണ്ട്? US-ഉമായിട്ടുള്ള ഇന്ററിം എഗ്രിമെന്റ് സസ്പെൻഡ് ചെയ്തു. നമുക്കറിയാം, എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യത്തിൽ നിലനിൽക്കാൻ ചാൻസ് കുറവാണ്. കാരണം 2 പാർട്ടികളും ഈൽഡ് ചെയ്യാൻ റെഡിയല്ല. രണ്ടുപേരും എന്ത് ചെയ്തിരിക്കുക? ഇപ്പൊ എന്താ നടക്കുന്നത്? ടിറ്റ് ഫോർ ടാറ്റ് അറ്റാക്ക് നടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, കാരണം ചിലര് തമാശക്ക് പറയുന്ന കാര്യമുണ്ട്, ഇസ്രായേൽ എന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇറാനും അമേരിക്കയും, ഇപ്പൊ അമേരിക്ക 2 ടാർഗറ്റിൽ അടിക്കുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു. അമേരിക്ക ഇറാന്റെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനെ അടിക്കുന്നു. ഇറാൻ പോയി കുവൈറ്റിലെയും പല സ്ഥലങ്ങളിലെയും സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറും ഈവൻ ഒരു സ്ഥലത്തെ ഡീസാലിനേഷൻ പ്ലാന്റ് വരെ അടിച്ചു. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പ്രശ്നം എന്താ? വെള്ളം ഇല്ല. വെള്ളം അവർ ഉപ്പുവെള്ളം ഫിൽട്ടർ ചെയ്താണ് എടുക്കുന്നത്. അതിൽ അടി കിട്ടിയാൽ ഗൾഫ് നിന്ന് പോറ്റടി, വളരെ ഡേഞ്ചറസ് ആണ്. അപ്പൊ അവര് ടിറ്റ് ഫോർ ടാറ്റ് ആയിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നിരുന്നു, US ഈ യുദ്ധത്തിൽ കുറച്ചൊരു പണി മേടിക്കുന്നുണ്ട്. കാരണം അവരുടെ മിസൈൽസ് സിസ്റ്റംസ് അല്ലെങ്കിൽ മിസൈൽസിന് ഷോർട്ടേജ് വരികയാണ്. അവരുടെ മേജർ മിസൈൽ സിസ്റ്റമാണ് താഡ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള കേട്ടോ. THAAD, താഡിന്റെ ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുണ്ട്. അവരുടെ മിസൈൽ സിസ്റ്റംസ്, മേജർ ആയിട്ടുള്ള മിസൈൽ സിസ്റ്റം താഡും അതുപോലെ പാട്രിയോട്ടും ആണ്. ഈ 2 സിസ്റ്റവും യൂസ് ചെയ്യാനുള്ള മിസൈൽസ് എന്ത് ചെയ്യുവാണ്? മിസൈൽസ് US-ന്റെ കയ്യിൽ ഇപ്പം വലിയ അളവിൽ ഇല്ല. ഇന്റർസെപ്റ്റർ മിസൈൽ, അതായത് ഇറാൻ ചീപ്പായിട്ടുള്ള ഡ്രോൺ വിടും, അതിനെ അടിക്കാൻ $millions ചെലവാക്കിയാണ് USA മിസൈൽ വിടുന്നത്. അപ്പൊ മിസൈലിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ ടോമഹോക്ക് എന്ന് പറഞ്ഞ മിസൈൽ കേട്ടിട്ടുണ്ടോ? ചോദിക്കാട്ടോ. US-ന്റെ മിസൈലാണ് ടോമഹോക്ക്. ഇത് വെച്ചിട്ടാ മറ്റേ ഗേൾസ് സ്കൂളിനെ അടിച്ചെന്ന് പറഞ്ഞ കേസായില്ലേ? ഇറാൻ സ്കൂളിൽ അടിച്ചു. ടോമഹോക്ക് മിസൈലാ. ടോമഹോക്ക് മിസൈൽ 1/3 ഇവർക്ക് യൂസ് ചെയ്ത് തീർത്തു എന്നാണ് പറയപ്പെടുന്നത്. മിസൈൽ ഷോർട്ടേജ് ഉണ്ട്. ഡിഫൻസ് പ്രൊഡക്ഷൻ ആക്ട് ആയിട്ടുള്ള മിസൈൽ അതായത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസി. ഇറാനെ സെയിം ടൈമിൽ റഷ്യയൊക്കെ സഹായിക്കുന്നുണ്ട്, ലൊക്കേഷൻ സർവീസ് കൊടുക്കുന്നുണ്ട്. ഇറാൻ പണ്ട് യുക്രൈൻ യുദ്ധം നടന്നപ്പോൾ ഇറാൻ റഷ്യക്ക് ഷാഹിദ് ഡ്രോൺ എന്ന് പറഞ്ഞ ഡ്രോൺ കൊടുക്കുന്നു. ഡ്രോണുകളുടെ ചോദ്യം വരാം. അപ്പൊ ഇറാന്റെ ആ ഷാഹിദ് ഡ്രോണിന്റെ തന്നെ മോഡിഫൈഡ് വെർഷനാണ് റഷ്യ ഉണ്ടാക്കുന്ന ജെറാൻ ഡ്രോൺസ്, GERAN. ഈ ജെറാൻ ഡ്രോൺസ് ഇപ്പം ആര് കൊടുക്കുന്നുണ്ട്? റഷ്യ ഇറാന് കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഇറാൻ അറ്റാക്കും ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഈ യുദ്ധ. ഹൂദീസ്, ചിലർ ഹൗദീസ് എന്ന് പറയും, ചിലർ ഹൂദീസ് പറയും. ഇവര് പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? റെഡ് സീയും ബാബൽ മാന്ദേവ് സ്ട്രേറ്റും ബ്ലോക്ക്. ഓൾറെഡി ഓയിലൊക്കെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോർമൂസ് പ്രശ്നത്തിലാണ്. ഹോർമൂസിൽ അപകടമാണ്, അടി നടക്കുന്നുണ്ട്, ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവരെന്തുവാ പറയുന്നത്? ഇപ്പൊ ഞങ്ങൾ റെഡ് സീയും കൂടെ ബ്ലോക്ക് ചെയ്യും, ബാബൽ മന്ദേവ് സ്ട്രേറ്റ് ബ്ലോക്ക് ചെയ്യും. അപ്പം ഗ്ലോബൽ എക്കണോമിയിൽ വലിയൊരു ക്രൈസിസ് വരും. എണ്ണ എവിടെന്നെങ്കിലും വരണ്ടേ? എല്ലാ സൈഡും ഇവിടെ ബ്ലോക്ക് ചെയ്ത് എന്ത് പറ്റും? ദിസ് ഇസ് ദ ന്യൂ ത്രെറ്റ്. ഹൂതികൾ യമനിലുള്ള ആൾക്കാരാണ്. ഓക്കെ, ദേ ആർ സൈഡഡ് വിത്ത് ഇറാൻ. ഇപ്പൊ നിങ്ങൾ ഈ മാപ്പ് നോക്കി, എന്താ ഇപ്പൊ നടക്കുന്നത്?
ഇവിടെ ആണെങ്കിൽ മാപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ജനറേറ്റ് ചെയ്തതാണ്. ഇതാണ് എന്ത്? സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. ഇവിടെ ഒമാൻ ഉണ്ട്, ഇവിടെ ഇറാൻ. അപ്പം ഇറാൻ പറയുന്നത് നമുക്ക് രണ്ടുപേർ കൂടെ ജോയിന്റ്ലി മാനേജ് ചെയ്യാം. പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെ ഉള്ള ഓയിൽ സപ്ലൈസ് എന്ത് ദിവസവും ഒരു 20 തൊട്ട് 21 മില്യൺ ബാരൽ ഓയിൽ ഈ വഴിയാണ് ലോകത്ത് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല രാജ്യത്തേക്ക്. അതായത് ഗ്ലോബൽ എനർജി കൺസപ്ഷന്റെ 20% എവിടെ കൂടെ പോകുന്നത്? ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളുടെയും മേളിലുള്ള ഇറാന്റെ ഒക്കെ ഓയിൽ ഏത് വഴിയാ പോകുന്നത്? ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. ഇത് അടഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ലോകത്ത് ഓയിലിന്റെ അവൈലബിലിറ്റി കുറയും. ഓക്കെ, ഏകദേശം നമ്മുടെ ഇവിടെ സഹിതം പെട്രോളിന് വില കൂടും. ക്രൂഡ് ഓയിലിനും പെട്രോളിനും വില കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? എല്ലാ സാധനങ്ങൾക്കും വില കൂടും. കാരണം എല്ലാ സാധനങ്ങളും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്താണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം സൗദി അറേബ്യയും UAE-യും കുവൈറ്റിനും ഇറാഖിനെയും ഖത്തറിനെയും ഇറാനെയും എല്ലാം എന്ത് ചെയ്യും? ഈ മാപ്പ് ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ രാജ്യം എവിടാണ്? ഇവരുടെ അടുത്തുള്ള കടലിടുക്കുകൾ എന്താണ്? ഇവർ ഇമ്പോർട്ടന്റ് പോർട്ട് എന്താണ്? ഇവിടാണ് പ്രശ്നം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് വിടാൻ തൽക്കാലം. അപ്പൊ സൗദി അറേബ്യ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? അവരുടെ ഒരു ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 5 മില്യൺ ബാരൽ പെർ വിടാൻ പറ്റുന്ന ഒരു ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെന്ത് ചെയ്യും? ഇവിടുന്ന് ഈ ഓയിൽ എല്ലാം കളക്ട് ചെയ്യും, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ വഴി വിടും. മനസ്സിലായോ? ഇത് ഏത് വഴി? റെഡ് സീ വഴി, ബാബൽ മന്ദേബ് വഴി വിടും. ഈ വഴിയല്ലേ ഗതാഗതം പ്രശ്നമുള്ളൂ. അവര് പൈപ്പ് വഴി ഗ്യാസും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൂഡ് ഇവിടെ ഇവിടുന്ന് വിടും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ വഴിയല്ലേ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. ഇവരെ നിൽക്കും ഇവിടെ. ഈ കോണ്ടിനെന്റ് ഏതാ? മാപ്പിംഗ് ജനറൽ ഒരു അറിവ് വേണം. ഇത് ഏത് കോണ്ടിനെന്റ്? ആഫ്രിക്കയാണിത്. ഇത് ആഫ്രിക്ക. ഇത് ഏഷ്യയിലെ അറേബ്യൻ പെനിൻസുല. ഓക്കെ, ഇത് ഇറാഖ്, കുവൈറ്റ്. ഇവിടെ ഈ സൈഡിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്രായേൽ കാണാം. അപ്പൊ ഇപ്പൊ പ്രശ്നം എന്താ? ഹൂതികൾ എവിടെ നിൽക്കുന്നത്? ഇവിടെ യമന് നിൽക്കുകയാണ് ഹൂതികൾ. സൗദി അറേബ്യയുടെ താഴെ യമനാണ്. ഇവരെന്താ പറയുന്നത്? ഞങ്ങൾ ഇവിടുത്തെ ഷിപ്പുകളെ അനങ്ങാൻ സമ്മതിക്കില്ല. ഇതിനെയാണ് ബാബൽ മാന്ദേബ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇവർ ഇവിടെ ബ്ലോക്കേഡ് നടത്തുമെന്ന് പറയുന്നത്. ഇപ്പൊ എന്ത് പറ്റും? ഇവിടുന്നും എണ്ണ മര്യാദയ്ക്ക് പുറത്തേക്ക് പോവില്ല. റെഡ് സീ വഴി, ബാബൽ മന്ദേബ് വഴി എണ്ണ പുറത്തോട്ട് പോവില്ല. സൗദി അറേബ്യയുടെ ഈ പ്ലാനും ഫെയിൽ ആവും. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ എക്കണോമിക് ക്രൈസിസ് ലോകത്ത് ഉണ്ടാവും. ഓൺലൈൻ സ്റ്റുഡൻസ് ഇത് ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ബാബൽ മന്ദേബിന്റെ ലൊക്കേഷൻ നോക്കുക, ഹോർമൂസിന്റെ ലൊക്കേഷൻ നോക്കുക. ഇനി ഇത് UAE പോലൊരു രാജ്യത്തിന് ബൈപ്പാസ് ചെയ്യാൻ ചെറിയൊരു വഴി ഉണ്ട്. UAEക്ക് ഇവിടെ, ഇതിപ്പോ ഹോർമൂസ് ഒന്നും ഇവിടെ അല്ലേ, ഈ അറ്റത്തല്ലേ. ഈ വഴി ഇവരൊരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് ഫുജീറിയ ഹഷ്ബാൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. എന്നിട്ട് UAEക്ക് എന്ത് ചെയ്യാം? ഇവിടെ പോണ്ട. ഇവിടുന്ന് ഇന്ത്യയിലേക്കൊക്കെ എന്ത് ചെയ്യാം? ഡയറക്ട്ലി ഈ വഴി പോയി ഇന്ത്യയിലേക്ക് എത്താം. ഓക്കെ, ഇങ്ങനെ UAEക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ട്. ഏത് പൈപ്പ് ലൈനാ? ഹബ്ഷാൻ ഫുജിയറ പൈപ്പ് ലൈൻ വഴി. കണ്ട, അറേബ്യൻ സീ താണ്ടി ഇന്ത്യയിലേക്ക് എത്താം. ഹോർമൂസ് വഴി പോണ്ട. പക്ഷെ ഇറാൻ മണ്ടന്മാരല്ല. ഇറാൻ എന്ത് ചെയ്യും? പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ഇവിടെ അറ്റാക്ക് ചെയ്ത് കളയും. പക്ഷെ തൽക്കാലം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ആർക്ക്? UAEക്ക്. ഹോർമൂസിലോ ഇവിടെ പോവാതെ ഓയിൽ കടത്തിവിടാൻ ഒരു വഴി ആർക്കുണ്ട്? UAEക്ക് ഉണ്ട്. ഓക്കെ, അതാണ് ഈ ഹബ്ഷാൻ ഫുജറ പൈപ്പ് ലൈൻ. ക്ലിയർ ആണോ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ? ഇപ്പൊ റെഡ് സീയും ഹോർമൂസ് സ്ട്രേറ്റും ബാബൽ മന്ദേബും ഒക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഈ ഹബ്ഷാൻ ഫുജറ പൈപ്പ് ലൈൻ വഴി ഓയിൽ എത്തിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യേണ്ടത് ഈ ഇടയ്ക്ക് സൗദിയും ഇന്ത്യയും അല്ലെങ്കിൽ UAEയും ഇന്ത്യയും തമ്മിൽ എന്തെങ്കിലും എഗ്രിമെന്റ്സ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ, അത് ഒന്ന് നോക്കി വെച്ചേക്കണം. ഏത് രാജ്യമാണ് ഇന്ത്യയിലെ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് കൂടുതൽ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഈ ന്യൂസ് ക്ലിയർ ആയ സ്റ്റുഡൻസ്? ഓൺലൈൻ ഉണ്ടോ ആവോ എനിക്കറിയില്ല. കാരണം 11:45 പറഞ്ഞിരുന്നത്. ഇപ്പൊ 11:55 ആയപ്പോഴേക്കും തുടങ്ങിയത്. നോ പ്രോബ്ലം. മറ്റേ സിനിമയിൽ അല്ല, കർത്താവ് പറയുന്ന പോലെ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇത് ഞാൻ ഇതുകൊണ്ടാണ് ഇമേജ് ജനറേറ്റ് ചെയ്തത്. എനിക്കിതൊരു ജസ്റ്റ് റിട്ടേൺ ആയിട്ട് പറഞ്ഞു തരാം. പക്ഷെ ഇതിങ്ങനെ മനസ്സിലാവില്ല നമുക്ക്. ഓക്കെ, ഇനി അടുത്ത ന്യൂസ് എന്താ? അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഒഡേസയിൽ വെച്ച് ഒരു ഷിപ്പ് അറ്റാക്ക് ചെയ്യപ്പെടുന്നു, കാർഗോ ഷിപ്പ്. അതിനകത്ത് ഇന്ത്യയുടെ 4 സെയിലർമാര് കൊല്ലപ്പെടുന്നു. ഒഡേസയുടെ ലൊക്കേഷൻ ആണ് നമ്മൾ അറിയേണ്ടത്. ഒഡേസയുടെ ലൊക്കേഷൻ എന്താ? ദിസ് ഇസ് ഒഡേസ, യുക്രൈനിലുള്ള ഒരു ഇമ്പോർട്ടന്റ് പോർട്ടാണ്. അപ്പൊ റഷ്യ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തതാവാം, അങ്ങനെ പറയപ്പെടുന്നു.
അപ്പൊ ഈ ലൊക്കേഷൻ മാത്രം അറിയണം. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്ലാക്ക് സീ അതിന്റെ ചുറ്റും ഏതൊക്കെ രാജ്യമാണ്, ഇപ്പുറത്ത് കാസ്പിയൻ സീ ഉണ്ട്, അതിന്റെ ചുറ്റും ഏത് രാജ്യമാണ്, ഇറാന്റെ മുകളിൽ ഏത് സീ ആണ്, ഈ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഈ നമ്മൾ ഞാനൊരു റീൽ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അത് ശ്രദ്ധിക്കാൻ സാധ്യതയില്ല യൂട്യൂബിലായതുകൊണ്ട്. അതിനകത്ത് ഞാൻ പറയുന്ന ഈ യുദ്ധം തുടങ്ങിയിട്ട് 8,000 പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം ഇറാനാണ്. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ലെബനോനിൽ ഒത്തിരി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പം സ്റ്റാലിൻ പണ്ടൊരു കാര്യം പറഞ്ഞു, ഒരു ഇൻഡിവിജ്വൽ ഡെത്ത് നമുക്ക് വളരെയധികം പെയിൻ തരും. കാരണം ഒരാൾ നമുക്ക് അറിയാവുന്ന ഒരാൾ മരിച്ചു പോകുന്നു, നമുക്ക് ആ വേദന കറക്റ്റ് അറിയാം. പക്ഷെ പല സമയത്തും ചരിത്രത്തിൽ മില്യൺസ് ആൾക്കാർ മരിക്കുന്ന ഒരു കേസ്, അല്ലെങ്കിൽ തൗസൻഡ്സ് മരിക്കും, അത് വെറും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയി മാറും. കാരണം ഇപ്പം നമ്മുടെ ചുറ്റും ആൾക്കാർ പ്രാണികളെ പോലെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധികം ബോധേഡല്ല, ബട്ട് റിയാലിറ്റി പീപ്പിൾ ആർ ഡൈയിങ്. അപ്പൊ ഈ യുദ്ധത്തിൽ 8,000 പേര് മരിച്ചു, ഇന്ത്യക്കാരും 10-17 പേര് മരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യക്കാർ ഇത്രയും കൊല്ലപ്പെടാൻ കാരണം എന്താണ്? കാരണം ഈ ഷിപ്പിംഗ് മേഖലയിൽ, ഓക്കെ, അത് കമേഴ്ഷ്യൽ ഷിപ്പിംഗ് ആയിക്കോട്ടെ, വലിയ ടാങ്കർ ഷിപ്പായിട്ട്, ചില സ്ഥലത്ത് 12%, ചില ഏരിയയിൽ 15% നാവികരാരാ, ഇന്ത്യക്കാരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഡെത്ത് റേറ്റ് ഇത്രയും കൂടുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ മേളിലുള്ള രാജ്യങ്ങൾ ഏതാണെന്നൂടെ ഒന്ന് ഹോംവർക്ക് ചെയ്യണം. ഇന്ത്യക്കാട്ടി കൂടുതൽ നാവികർ പോകുന്ന രാജ്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ, ഇതിനകത്ത് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനി ദിസ് വി ഹാവ് ടു ഡു ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ഇത് എന്തിനെ പറ്റിയാ? ഈ ആർട്ടിക്കിളും അടുത്തൊരു ആർട്ടിക്കിളൂടെ ആണ് നിങ്ങൾക്ക് മേജർലി ഉള്ളത്. ഇത് പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ഒരു ആർട്ടിക്കിളാണ്. ഇത് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഡിഫെക്ഷൻ പഠിപ്പിക്കും. പക്ഷെ ഇതിനകത്ത് കുറച്ച് എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ബിക്കോസ് ദർ ഇസ് എത്തിക്കൽ ആസ്പെക്ട്സ് പ്രസന്റ് ഇൻ ദസ് ആർട്ടിക്കിൾ, ഐ ആം ഡിസ്കസിങ് ഇറ്റ് അഗൈൻ. കാരണം എത്തിക്സ് പഠിപ്പിക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ മറന്നുപോയാലോ. ഇങ്ങനൊരു ആർട്ടിക്കിൾ റയറുമാണ്. ഈ ഡിഫെക്ഷൻ എന്താണ് കുട്ടികളെ? വാട്ട് ഇസ് ഡിഫെക്ഷൻ? എന്താണ് ഡിഫെക്ഷൻ? എന്താണ് കൂറുമാറൽ? ഒരു പാർട്ടിയിൽ നിന്ന് ജയിച്ച ആള് പെട്ടെന്ന് ചാടി വേറെ പാർട്ടിയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിഫെക്ഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഡിഫെക്ഷന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കും. പക്ഷെ ഈ ആർട്ടിക്കിൾ ഇതിന്റെ എത്തിക്കൽ എലിമെന്റ് ആണ് പറയുന്നത്. എത്തിക്കൽ എന്ന വിൻസ്റ്റൺ, നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിൻസ്റ്റൺ ചർച്ചിൽ ആരായിരുന്നു? എക്സ് യു ബ്രിട്ടൻ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ചില ആൾക്കാർ പാർട്ടി മാറുന്നത് അവരുടെ പ്രിൻസിപ്പിൾസുമായിട്ട് ആ പാർട്ടി ഒത്തുപോകത്തുള്ളൂ. ചിലര് പാർട്ടി മാറുന്നത് എന്തിനാ? അവരുടെ പ്രിൻസിപ്പിൾസ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ, സം ചേഞ്ച് പാർട്ടീസ് ഫോർ സേക്ക് ഓഫ് പ്രിൻസിപ്പിൾസ്, അതേഴ്സ് ചേഞ്ച് പ്രിൻസിപ്പിൾസ് ഫോർ സേക്ക് ഓഫ് ദെയർ പാർട്ടി. ഓക്കെ, ഒന്നുകിൽ പ്രിൻസിപ്പിൾസ് കാരണം, അല്ലെങ്കിൽ അവർക്ക് പുതിയൊരു പാർട്ടി ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ പാർട്ടി മാറിക്കളയും. ഇന്ത്യ ഹൗവർ, അത് വിൻസ്റ്റൺ ചർച്ചിൽ അന്ന് പറഞ്ഞ കാര്യം, ഇന്ത്യയിൽ എന്തുകൊണ്ടാ ആൾക്കാർ പാർട്ടി മാറുന്നത്? They have perfected a third category politicians who abandon both party and principle for sake of power. അവര് പാർട്ടിയെ വിടും, അവരുടെ പ്രിൻസിപ്പിൾസും വിടും, അവർക്ക് എന്തുമാത്രം മതി? അവർക്ക് പവർ മതി. അതാണ് ഇന്ത്യയിലെ അവസ്ഥയെന്നാണ് ഈ ഓഥർ പറയുന്നത്. അതുപോലെ ഈ ആർട്ടിക്കിളിൽ പറയുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ഒരാള് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MLA യോ MP യോ കൂറുമാറുമ്പോ ശരിക്കും എന്താ നടക്കുന്നത്? അവരാരെയാ ചതിക്കുന്നത്? പാർട്ടിയാണോ ചതിക്കുന്നത്? ജനങ്ങളെയാ ചതിക്കുന്നത്. കാരണം ജനങ്ങളോട് അവർ വോട്ട് ചോദിച്ചത് ആരുടെ പേരില? ഈ പാർട്ടിയുടെ പേരിലാണ്, ഈ പ്രിൻസിപ്പളിന്റെ പേരിലാണ്. ചിലപ്പോ രണ്ട് രീതി നമ്മൾ വോട്ട് ചെയ്യാറുണ്ട്. ഒന്നുകിൽ നമ്മൾ പാർട്ടി നോക്കി വോട്ട് ചെയ്യും, ആ പാർട്ടിയുടെ ആശയങ്ങൾ, അതിന്റെ പ്രോമിസ് എന്താണ്. രണ്ട്, നമ്മൾ ഇൻഡിവിജ്വൽ മെമ്പറിനെ നോക്കി വോട്ട് ചെയ്യും. 99% ആൾക്കാർ പാർട്ടി നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ജനങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ള കോൺട്രാക്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു, ആ പാർട്ടിയുടെ മൂല്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നതെന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അത് കോൺട്രാക്റ്റാണ്. ഞങ്ങൾ നിങ്ങളെ ഈ പാർട്ടിയിലായതുകൊണ്ട് ഞങ്ങൾ ജയിപ്പിച്ചു വിടുന്നു, നിങ്ങൾ ആ പാർട്ടി പറയുന്ന മൂല്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്നിട്ട് ആ മനുഷ്യൻ ഒറ്റയടിക്ക് ചാടുമ്പോൾ എന്താ പറ്റുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി ബ്രേക്കിംഗ് ഓഫ് ദ കോൺട്രാക്ട് എൻഡേർഡ് വിത്ത് ദ. ഇതൊക്കെ നിങ്ങൾക്ക് എത്തിക്കൽ ആയിട്ട് നിങ്ങൾക്ക് പറയാം. ദ മാൻഡേറ്റ് വിച്ച് ബിലോങ്സ് ടു ദ ഇലക്ടറേറ്റ് നോ ബിക്കംസ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ദ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്. ഈ ആർട്ടിക്കിൾ ഒത്തിരി നല്ലതായതുകൊണ്ട് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ ഇതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ചരിത്രത്തിൽ തന്നെ ചിലർ പറയുന്ന ഒരു കണ്ട്, വലിയ വലിയ പവർ വീൽഡ് ചെയ്യുന്ന ഡെമോക്രസികളെ കാട്ടിൽ പ്രതിപക്ഷത്തിനും അവരുടേതായ റോളൊക്കെ കൊടുത്ത് അവരെ സംസാരിക്കാൻ അനുവദിക്കുന്ന ഇന്റേണൽ ഡെമോക്രസിയും എക്സ്റ്റേണൽ ഡെമോക്രസിയും ഉള്ള ഡെമോക്രസീസ് ആണ് കൂടുതൽ ബെറ്റർ എന്ന് ചരിത്രം നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ചരിത്രത്തിൽ പ്രാധാന്യം
ഉള്ള ചില വ്യക്തികളുണ്ട്. എക്സാമ്പിൾ അരിസ്റ്റോട്ടിൽ ഉണ്ട്. 2 മില്ലേനിയം മുമ്പ് ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിൽ. ഇപ്പോഴും നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോഴും എത്തിക്സ് പഠിക്കുമ്പോഴും ഇദ്ദേഹത്തെ പരാമർശിക്കാറുണ്ട്. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ആർഗ്യൂഡ് ദാറ്റ് the political system cease to be virtuous when public office becomes an instrument of private advantage than public good. അതായത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അത് വിർച്വസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിലുള്ള ആൾക്കാർ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, പബ്ലിക് ഗുഡിന് വേണ്ടി വർക്ക് ചെയ്യണം. അല്ല, നമുക്ക് ജനങ്ങൾ തന്ന പവർ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ഗെയിൻസിന് വേണ്ടി ഉപയോഗിച്ചാൽ ആ പൊളിറ്റിക്കൽ സിസ്റ്റം ബാഡ് ആണ്. അത് എന്തെങ്കിലും എന്ത് ചെയ്യും? കൊളാപ്സ് ചെയ്യും. ഇതാരാ പറഞ്ഞേ? അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ആരാ പറഞ്ഞ? കൗട്ടില്യ, റിയലിസത്തിന്റെ പിതാവാണ്. കൗട്ടില്യ പറഞ്ഞത് ഒരു രാജാവിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്തിന്റെ ബേസിലാ? ജനങ്ങളുടെ ട്രസ്റ്റിന്റെ ബേസിലാണ്. ഇത് നേരത്തെ എവിടേക്കോ ഞാൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും സെയിം തന്നെ. കൗട്ടില്യ വിസ്ഡം വാസ് ദാറ്റ് നോളജ് ദാറ്റ് റൂളേഴ്സ് ലെജിറ്റിമസി റെസ്റ്റഡ് ഓൺ കോൺഫിഡൻസ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ കോൺഫിഡൻസിലും ട്രസ്റ്റിലുമാണ് റൂളറിന്റെ ലെജിറ്റിമസി ബേസ് ആവുന്നത്. ഇത് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. മക്കിയാവലി എക്സ്ട്രീം റിയലിസം, എൻസ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളാണ്. ഏത് മാർഗത്തിലും പവർ വീൽഡ് ചെയ്യണമെന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ എന്താ? ഇവൻ മക്കിയാവലി caricatured as apostle of raw power warned that destruction of all independent centers of influence ultimately weaken the state itself. ഇത് വേറൊരു കാര്യമാണ്. നമ്മുടെ പ്രസ് ആയിക്കോട്ടെ, മീഡിയ പോലുള്ള ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം നമ്മൾ വീക്ക് ആക്കിയാൽ ഫൈനലി ആ സ്റ്റേറ്റ് തന്നെ കൊളാപ്സ് ചെയ്യുമെന്ന് മക്കിയാവലി പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓപ്പർച്യൂണിസം ഫ്ലറിഷ് ചെയ്യാണ്. ഈ ആർട്ടിക്കിൾ നിങ്ങൾ സ്ലൈഡിൽ നിന്ന് കോപ്പി ചെയ്തോണേ. ഓപ്പർച്യൂണിസം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് ചാടും. ഇതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. വേറൊരു പ്രശ്നമാണ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ റിവാർഡിങ് ഇറ്റ്. അതിന്റെ അർത്ഥം എന്താ? ഒരാള് ചാടി കഴിഞ്ഞാൽ അയാളെ സ്വീകരിക്കാൻ ഓപ്പോസിറ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾ തയ്യാറായിട്ട് നിന്നിട്ടല്ലേ ഇത് നടക്കുന്നത്. ഞാനിപ്പോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് അപ്പുറത്തെ പാർട്ടിയിലേക്ക് ചാടാൻ തീരുമാനിച്ച ഉടനെ പൂമാലയിട്ട് എന്നെ സ്വീകരിക്കാൻ നിൽക്കുവാണ്. അതുപോലെ അല്ലെങ്കിൽ പെട്ടി തുറന്നായിരിക്കും നിൽക്കുന്നത് സ്വീകരിക്കാൻ. ഇങ്ങനെ വരുമ്പോ എന്താ? ഇത് ആരാ പ്രൊമോട്ട് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണലിസം ബേസ് ചെയ്യുന്ന കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. അതിൽ ഒരെണ്ണം ഇമ്പോർട്ടന്റ് എന്താ? പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെ? പൊളിറ്റിക്കൽ കൾച്ചറാണ്. അപ്പൊ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന്റെ എതിരെ പ്രവർത്തനമാണ് ഇത്. ഈ ഡിഫെക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾ. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ പാർട്ടീസും അതാ ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ വൈറ്റ് വാഷിംഗ് നടത്തും. വൈറ്റ് വാഷിംഗ് എന്താ? ഒത്തിരി കേസുകളുടെ പേരിൽ അങ്ങോട്ട് ചാർജ് ചെയ്യുമ്പോൾ അയാൾ പാർട്ടി മാറും. അപ്പൊ പെട്ടെന്ന് അയാൾ ലോണ്ടറിയിൽ മുക്കി തിരിച്ചെടുക്കും, പിന്നെ കേസില്ല. ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ദ ഒപ്പോസിഷൻ പാർട്ടി ദാറ്റ് ലോസസ് എ ലെജിസ്ലേച്ചർ, ഇറ്റ് ഇസ് ദ വോട്ടർ. ദ വോട്ടർ കാസ്റ്റ് ബാലറ്റ്സ് ബിലീവിംഗ് ഇറ്റ് റെപ്രസെന്റ് ദ ചോയ്സ് ബിറ്റ്വീൻ കോമ്പീറ്റിംഗ് വിഷൻ. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പാർട്ടിക്ക് രണ്ട് ഐഡിയോളജിയാണ്. നമ്മൾ ഒരു പാർട്ടിയുടെ ഐഡിയോളജിക്കും അതിന്റെ മാനിഫെസ്റ്റോയ്ക്ക് വോട്ട് ചെയ്യുന്നത്. അവസാനം ആരാ ചതിക്കപ്പെടുന്നത്? ജനങ്ങളാണ് ചതിക്കപ്പെടുന്നത്. When the representative later abandons the very platform on which the vote was sought, the voter is left dispossessed. ഓക്കെ, പിന്നെ ഇതിനകത്ത് പറയും, വാക്കുകളൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും എഴുതാം. ചിലർ പറയുന്നത് എന്താ? വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫറബിൾ അസറ്റ് അല്ല, നമുക്ക് കൈമാറ്റം ചെയ്യാവുന്ന ഒരു സാധനമല്ല. എന്ത് ഈ വോട്ട് എന്ന് പറഞ്ഞാൽ? വോട്ട് നമ്മുടെ വിശ്വാസമാണ്. ഒരാളിൽ, ഒരു പാർട്ടിയിൽ നമ്മൾ വിശ്വസിച്ച് കൊടുക്കുന്ന. അപ്പൊ നമ്മൾ ചെയ്യുന്ന വോട്ടിന് അർത്ഥമില്ലാതാവും. നമ്മൾ ഒരു കാര്യത്തിന് വോട്ട് ചെയ്തു, അയാൾ പെട്ടെന്ന് ചാടുമ്പോൾ വോട്ടും കൊണ്ട് അയാളെ ചാടുന്നത്. പക്ഷെ വോട്ട് ശരിക്കും എന്തല്ല? ഒരു ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള അസറ്റ് അല്ല. ഇറ്റ് ബിലോങ്സ് ടു ദ എലക്ടഡ് റെപ്രസെന്റേറ്റീവ്. ഇറ്റ് ഈസ് ദ റിപ്പോസ്ഡ് ബൈ ദ സിറ്റിസൺ വെൻ ദ ട്രസ്റ്റ് ക്യാൻ ബി ട്രേസ്ഡ് ഫോർ പവർ, ട്രേഡഡ് ഫോർ പവർ. അപ്പൊ നമ്മൾ ജനങ്ങളുടെ ട്രസ്റ്റിനെ പവറിന് വേണ്ടി എന്ത് ചെയ്യാണ്? കച്ചവടം ചെയ്യാണ്. വി ആർ ട്രേഡിങ് ദ ട്രസ്റ്റ് ഓഫ് പീപ്പിൾ ഫോർ പവർ. ഈ കാര്യങ്ങളാട്ടോ ഈ ആർട്ടിക്കിളിൽ. ഡിഫെക്ഷന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് ഒന്നും ഇതിനകത്തില്ല. പക്ഷെ ഇതിനകത്ത് പലരുടെയും കോട്ടുകളും ഇതിന്റെ എത്തിക്കൽ ആംഗിൾ ആണ് ഈ ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഡീറ്റെയിൽസ് പഠിക്കണം. ഇതൊന്നും കാണാതെ പഠിക്കണ്ട. ഞാൻ കുറച്ച് എക്സാമ്പിൾ. എന്തുകൊണ്ടാണ് ഈ നമ്മൾ പറഞ്ഞു, നമ്മൾ പഠിക്കുന്ന സമയത്ത് കോണ്ടെക്സ്റ്റ് നോക്കണം. വൈ ദിസ് തിങ് ഇസ് ഇൻ ന്യൂസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പഠിക്കണം? എന്തുകൊണ്ടാണ് ഈ ഡിഫെക്ഷൻ ഇത്രയും ന്യൂസിലാവുന്നത്? ശിവസേനയിൽ ഒത്തിരി പേര് പാർട്ടി ചാടി, ബിജെപിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കി ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഇലക്ഷൻ തോറ്റപ്പോൾ കുറെ പേര് ഒറ്റയടിക്ക് ചാടി പുതിയ പാർട്ടി ഉണ്ടാക്കി. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കുറെ എംപിമാര് ചാടി. എക്സാമ്പിൾ നമ്മുടെ രാഹുൽ ജട്ട. ഈ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റിലൊന്നും പുള്ളി ഒന്നും മിണ്ടുന്നില്ല. ഇതിനു മുമ്പ് ഭയങ്കര സംസാരമായിരുന്നു. പക്ഷെ പാർട്ടി മാറിയപ്പോൾ പുള്ളിയുടെ ടോണും മാറി. പക്ഷെ പുള്ളി എനിക്ക് നേരത്തെ അറിയായിരുന്നു ഇത് സംഭവിക്കുമെന്ന്. ഒരു 3 മാസം മുമ്പ് പുള്ളി പാർട്ടി മാറുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പൊ തന്നെ പുള്ളി മാറും. കാരണം നമുക്ക് അറിയായിരുന്നു ആ പോക്ക് കാണുമ്പോഴും PR വർക്ക് കാണുമ്പോഴും. ഓക്കെ, അത് വേണ്ട, ഇത് കട്ട് ചെയ്തേക്ക് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിവസേന
ശിവസേനയിൽ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ശിവസേനയില് മെയിൻ ബാൽ താക്കറെ ഉണ്ട്, അദ്ദേഹത്തിന്റെ മകനായ ഉദ്ധവ് താക്കറെ ഉണ്ട്. ഉദ്ധവ് താക്കറെ ആയിരുന്നു ആ പാർട്ടിയുടെ ഹെഡ് പോലെ പൊക്കോണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് BJPയും അതുപോലെ തന്നെ ശിവസേനയും കൂടെ ഒരുമിച്ച് ഭരിച്ചു. പിന്നെ ഇവർ തമ്മിൽ ഇടയ്ക്ക് അടിയുണ്ടായി. എന്നിട്ട് എന്ത് പറ്റി? ഇടയ്ക്ക് ഏക്നാഥ് ഷിൻഡെ എന്ന് പറയുന്ന ഇടയ്ക്ക് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി 39 MLAയുമായിട്ട് എന്ത് ചെയ്തു? ഉദ്ധവ് താക്കറെക്കെതിരെ പറഞ്ഞിട്ട് ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവര് പുറത്തേക്ക് ചാടി, അവര് മാറി. അത് കഴിഞ്ഞിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഇതിൽ ഏതാണ് ഒറിജിനൽ ശിവസേന? ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണോ അതോ പുറത്ത് ചാടി 39 MLA കൊണ്ട് പുറത്ത് ചാടിയ ഷിൻഡെയുടെ പൊളിറ്റിക്കൽ പാർട്ടിയാണോ ഒറിജിനൽ ശിവസേന എന്നുള്ള ഒരു ചോദ്യം വന്നു. ഇത് ഇലക്ഷൻ കമ്മീഷനിലേക്ക് എത്തി. ഇലക്ഷൻ കമ്മീഷനിലേക്ക് എത്തിയപ്പോൾ ഇത് സിമ്പലും ഉണ്ട്, ശിവസേനയുടെ അമ്പും മില്ലും സിമ്പലുണ്ട്. പക്ഷെ എന്ത് ചെയ്തു? സിമ്പല് ഷിൻഡെ വിഭാഗത്തിന് കൊടുത്തു. കാരണം എന്താ? ഇവര് പറയുന്നത് ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 വിങ് ഉണ്ട്, പൊളിറ്റിക്കൽ വിങ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് വിങ് ഉണ്ട്. അപ്പം ഇലക്ഷൻ കമ്മീഷൻ എന്താ പറഞ്ഞത്? ലെജിസ്ലേറ്റീവ് വിങ്, അതായത് MLAമാര് കൂടുതൽ ഏത് ഫാക്ഷനിലാണ് ഉള്ളത് അതാണ് ഒറിജിനൽ പാർട്ടി എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? സിമ്പൽ ആർക്ക് കൊടുത്തു? ഏക്നാഥ് ഷിൻഡെയുടെ ഗ്രൂപ്പിലാണ്. പക്ഷെ ശരിക്കും ഈ പാർട്ടി ഉണ്ടാക്കിയ ആളുടെ മോനാരാ? ഉദ്ധവ് താക്കറെ. പക്ഷെ പുള്ളിക്ക് പാർട്ടിയുടെ സിമ്പൽ വരെ പോയി. ഏക്നാഥ് ഷിൻഡെ പിന്നെ എന്തായി? പിന്നെ മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആയി. ഇത് ഡിഫെക്ഷന്റെ ഒരു കേസ്. ഇതുപോലെ തന്നെ എന്ത് ചെയ്തു? 50ഓളം TMC MLAമാർ, സുവേന്ദി അധികാരി പിന്നീട് അവിടെ മെയിൻ ആളായ ആളാണ്. അവരെന്ത് ചെയ്തു? BJPയിലേക്ക് ചാടി. ഓക്കെ, TMCയുടെ ഇലക്ഷൻ കഴിഞ്ഞ് ഇപ്പൊ അവർ പഴയ ഒരു പാർട്ടിയെ റിവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അവര് ചാടി. അതുപോലെ ആപ്പിൽ നിന്നും എന്ത് ചെയ്യുന്നു? APൽ നിന്നും എന്ത് ചെയ്തു? സീനിയർ MLAമാര് ചാടിയിരുന്നു. ഓക്കെ, ഗുൽപനാങ്, പിന്നെ കുമാർ വിശ്വാസ്, പിന്നെ രാജേഷ് ഋഷി, ഈ ഇടയ്ക്ക് രാഹുൽ ചഡ്ഡ, അങ്ങനെ പലരും എന്ത് ചെയ്തു? അതുകൊണ്ടാണ് എന്ത് പറ്റിയേക്കുന്നത്? ന്യൂസ്. പിന്നെ അതിന്റെ എത്തിക്കൽ ആംഗിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആന്റി ഡിഫെക്ഷൻ ആക്ട് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? ആന്റി ഡിഫെക്ഷൻ ലോ ഉണ്ട്. ഈ ലോയുടെ അടിസ്ഥാനം എന്താണ്? 10th ഷെഡ്യൂൾ ആണ്. 10th ഷെഡ്യൂൾ നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നത് എങ്ങനെയാ? 52ാമത്തെ പ്രിലിംസിൽ മെയിൻസിലും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. 52nd അമെൻഡ്മെന്റ് വഴിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് നമ്മുടെ ഭരണഘടനയിലേക്ക് വന്നത്. അതിനു മുമ്പ് എന്തില്ല? ആന്റി ഡിഫെക്ഷന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നിയമം ഇല്ല. ഓക്കെ, അപ്പൊ 10th ഷെഡ്യൂൾ ഇസ് ആഡഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ 52nd അമെൻഡ്മെന്റ്. ഓക്കെ, ക്ലിയർ? അപ്പോ ഈ ഒരു 10th ഷെഡ്യൂൾ അനുസരിച്ച്, ആന്റി ഡിഫെക്ഷൻ ലോ അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഡിഫെക്ടർ ആയിട്ട് കാണും, നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഏതൊക്കെ സാഹചര്യത്തിലാ? നിങ്ങൾ ഒരു പാർട്ടിയിൽ മെമ്പറായിട്ട് നിങ്ങൾ മത്സരിച്ചു, ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ വോളണ്ടറിലി ഗീവ് അപ്പ് ചെയ്യുകയാണ്. ആ മെമ്പർഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താവും? നിങ്ങളെ ഡിഫെക്ടർ ആയിട്ട് കണക്കാക്കും, പൊളിറ്റിക്കൽ ഡിഫെക്ഷൻ ആയിട്ട് കണക്കാക്കും. 2, നിങ്ങളുടെ പാർട്ടിയിലെ വിപ്പ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിപ്പ് ഇഷ്യൂ ചെയ്യും. വിപ്പ് ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു, ആ വിപ്പ് നിങ്ങൾ കേട്ടില്ല, പാർട്ടിയുടെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ എതിരായിട്ട് വോട്ട് ചെയ്യുകയോ വരാതിരിക്കുകയോ അങ്ങനെ പല പ്രശ്നങ്ങളും ചെയ്താൽ, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ ഇൻസ്ട്രക്ഷൻസിനെ വയലേറ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ഡിഫെക്ടർ ആയിട്ട് കണക്കാക്കും. ഇത് 2ാമത്തത്. 3ാമത്തത്, നിങ്ങളൊരു ഇൻഡിപെൻഡന്റ് മെമ്പറാണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, പക്ഷെ ആ പാർട്ടി ജോയിൻ ചെയ്യാൻ പാടില്ല. ജോയിൻ ചെയ്താൽ എന്ത് പറ്റും? നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അല്ല, നിങ്ങൾക്ക് വേറെ ഉണ്ട്, നിങ്ങൾ നോമിനേറ്റഡ് മെമ്പർ ആവാം. പല ലെജിസ്ലേച്ചറിൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ. നോമിനേറ്റഡ് മെമ്പർ ആണെങ്കിൽ 6 മാസം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഫ് എനി നോമിനേറ്റഡ് മെമ്പർ ജോയിൻസ് പൊളിറ്റിക്കൽ പാർട്ടി ആഫ്റ്റർ ദ 6 months, 6 മാസം വരെ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം, ഏതെങ്കിലും പാർട്ടി ചേരാം. 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി കയറി കഴിഞ്ഞാൽ, നിങ്ങൾ നോമിനേറ്റഡ് മെമ്പർ ആണെങ്കിൽ, എലക്റ്റഡ് അല്ല, നോമിനേറ്റ് മെമ്പർ ആണെങ്കിൽ നിങ്ങൾ എന്തായിട്ട് കണക്കാക്കും? ഡിഫെക്ടർ ആയിട്ട് കണക്കാക്കും, നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഓക്കെ ആണോ ഇത്? ഏതൊക്കെ ക്രൈറ്റീരിയയിലാണ് ഡിഫെക്ഷൻ നടക്കുന്നതെന്നും ഡിസ്ക്വാളിഫൈ ആവുന്നുള്ള 4 ക്രൈറ്റീരിയ. ഒന്നുകിൽ മെമ്പർഷിപ്പ് നിങ്ങൾ ത്യജിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ ഇൻസ്ട്രക്ഷൻ കേൾക്കില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഡിപെൻഡന്റ് മെമ്പർ ആയിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് നിങ്ങളൊരു പാർട്ടി ചേർന്നാലോ, അല്ലെങ്കിൽ നിങ്ങൾ നോമിനേറ്റഡ് മെമ്പർ ആണ് 6 മാസം കഴിഞ്ഞ് ഏതെങ്കിലും പാർട്ടി ചേർന്നാലോ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും. ഇത് പ്രിലിംസിൽ ഇതുപോലെ തന്നെ ചോദിക്കും. പിന്നെ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. പണ്ട് കാലത്ത്, ഞാൻ ഒറിജിനൽ ഐഡിയ പറയാം,
പണ്ട് കാലത്ത് ഡിഫെക്ഷൻ ലോ വന്ന സമയത്ത് ഒരു പാർട്ടിയിൽ 1/3 പേരങ്ങ് പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിലേക്ക് ചേർന്നാൽ, അല്ലെങ്കിൽ 1/3 പേര് ഒരു പാർട്ടിയിൽ നിന്ന് സ്പ്ലിറ്റ് ആയാൽ അതിനെ സ്പ്ലിറ്റ് ആയിട്ട് കാണും, അത് അലൗഡ് ആയിരുന്നു. അപ്പൊ 1/3 പേര് പോയാൽ അതിനെ എന്തായിട്ട് കാണില്ല, ഡിഫെക്ഷൻ ആയിട്ട് കാണില്ല. പക്ഷെ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, 91st അമെന്റ്മെന്റ് വഴി ഇതിനെ തിരുത്തി 1/3 എന്നുള്ള ക്രൈറ്റീരിയ നമ്മൾ എടുത്തു കളഞ്ഞു. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എനിക്ക് തോന്നുന്നു ഇപ്പോഴും റെക്കോർഡിങ് ഓൺ ആണെന്നാണ് എന്റെ വിശ്വാസം. അതെ, ഓക്കെ, എന്തോ ഗ്ലിച്ചാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ എന്താ, ആ ഫ്ലോ എങ്ങ് പോയി. 1/3 ആണെങ്കിൽ സ്പ്ലിറ്റ്. ഇപ്പൊ 91st അമെന്റ്മെന്റ് കഴിഞ്ഞ് എന്തേ പറ്റുള്ളൂ, സ്പ്ലിറ്റ് എന്നുള്ള എക്സെപ്ഷൻ നമ്മൾ മാറ്റിയിട്ട് എന്തായി, 2/3 മെമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ പറ്റും. അതായത് ഞാൻ ഒരു പാർട്ടിയിലുണ്ട്, എന്റെ പാർട്ടിയിൽ 2 പേരും മറിഞ്ഞ് വേറൊരു പാർട്ടിയിലേക്ക് പോയാൽ അതിനെ എന്തായിട്ട് കണക്കാക്കാം, മെർജർ ആയിട്ട് കണക്കാക്കാം. സ്പ്ലിറ്റ് എന്നുള്ള സാധനം നമ്മൾ എന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്തു. പണ്ട് 1/3 മതിയായിരുന്നു, ഇപ്പൊ എന്ത് വേണം, 2/3 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഫെക്ഷൻ ആയിട്ട് കാണും. ക്ലിയർ ആണോ ഇത്? പിന്നെ ഇതിന്റെ തീരുമാനം എടുക്കാനുള്ള പവർ ആർക്കാ, പ്രിസൈഡിങ് ഓഫീസർ, സ്പീക്കറോ, അവിടെ ആരാ പ്രിസൈഡിങ് ഓഫീസർ ആണെങ്കിൽ അവർക്കാണ് ഈ ഡിഫെക്ഷന്റെ പേരിൽ അവസാന തീരുമാനം എടുക്കാനുള്ള അധികാരം. ഡിസൈഡിങ് അതോറിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം, സിയോ മോട്ടോ എടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പൊ പാർട്ടി മാറി എന്ന് പറഞ്ഞ് സ്പീക്കറിന് ഡയറക്ട്ലി അങ്ങ് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല, പുള്ളിക്ക് അതിനെതിരെയുള്ള പെറ്റിഷൻ കിട്ടും. അപ്പം എന്റെ പാർട്ടിയിൽ നിന്നാണ് കുറെ പേര് ചാടിയെങ്കിൽ എന്റെ പാർട്ടി കംപ്ലൈന്റ് ചെയ്യില്ലേ? അപ്പൊ ഫോർമൽ പെറ്റീഷൻ കിട്ടിയാലേ ആർക്ക് ആക്ട് ചെയ്യാൻ പറ്റൂ, സ്പീക്കറിന് ആക്ട് ചെയ്യാൻ പറ്റും. സുവോ മോട്ടോ സ്വയമേ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി കിഹോത്ത ഹോലഹാൻ എന്ന് പറഞ്ഞ കേസ് ഉണ്ട്. കിഹോത്ത ഹോലഹാൻ കേസിൽ കോടതി പറഞ്ഞു, ഈ കേസിലും കോടതിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇടപെടാം. സ്പീക്കർ മര്യാദയ്ക്കല്ല കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആർക്ക് ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ കോടതിക്ക് ഇടപെടാം. പക്ഷെ കോടതി തുടക്കത്തിലൊന്നും ഇതിൽ ഇടപെടില്ല, അവസാനം ഇടപെടും. അപ്പൊ ഒത്തിരി സമയമൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ഡിസിഷൻ എടുക്കുമ്പോൾ ജനറലി 2 ലൈൻ വിപ്പ്, 3 ലൈൻ വിപ്പ്, സ്ട്രിക്ട്നെസ് കൂടിയാ വരുന്നത്. 1 ലൈൻ വിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അബൌട്ട് ഇൻഫർമേഷൻ അബൌട്ട് ഗവൺമെന്റ് ബിസിനസ്. നിങ്ങൾ അറ്റൻഡൻസ് വേണം, അതുപോലെ ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വോട്ടൊക്കെ ചെയ്യാം, വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ തരുന്നുള്ളൂ. 2 ലൈൻ വിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ആ ദിവസം മീറ്റിംഗ് നടക്കുമ്പോൾ പാർലമെന്റിലോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ ഉണ്ടാവണം, നിങ്ങൾ പാർട്ടിയുടെ കൂടെ നിന്ന് വോട്ട് ചെയ്യണം. പക്ഷെ ചെറിയ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടും. നിങ്ങൾക്ക് 3 ലൈൻ വിപ്പ് ആണെങ്കിൽ അത് വളരെ സ്ട്രിക്റ്റ് ആണ്, നിങ്ങൾ അന്ന് വന്നേ പറ്റൂ, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തേ പറ്റൂ, പാർട്ടി പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈ ചെയ്യും. ചിലർ ഇതിനെതിരാ, ഈ വിപ്പ് സിസ്റ്റത്തിനെതിരാണ് പലരും. കാരണം ഞാനൊരു കോൺസ്റ്റിറ്റ്യുവൻസിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്, എന്റെ പാർട്ടി ചിലപ്പോൾ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് എതിരായോ ജനറലി ഡെമോക്രസിക്ക് എതിരായ തീരുമാനത്തിലേക്കാണ് പോകുന്നത്, എനിക്ക് പ്രതിഷേധിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് വിപ്പ് തന്നിരിക്കുക. ഈ സിനിമയിലൊക്കെ കാണുന്ന പെട്ടെന്ന് തന്നിട്ട് പോക്കറ്റിൽ വിപ്പ് എന്ത് ചെയ്യും, പോക്കറ്റിൽ വിപ്പ് വെച്ച് തരും, എന്നിട്ട് പറയും നീ എങ്ങാനും ഇതിന് എന്റെ പാർട്ടി പറയുന്ന പോലെ തന്നെ വോട്ട് ചെയ്തില്ലെങ്കിൽ, എതിരായിട്ട് വല്ലതും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കൂടെ വോട്ട് ചെയ്താൽ നിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇത് ലീഗലാ, അതുകൊണ്ടാണ് വിപ്പ് സിസ്റ്റം പവർഫുൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് പറഞ്ഞു തന്ന. ഇനി ഈ ഡിഫെക്ഷൻ ലോയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? ഒന്ന്, ആയാറാം ഗായാറാം പൊളിറ്റിക്സ്. ഞാൻ പറഞ്ഞു തരാട്ടോ എന്താണ് ആയാറാം ഗായാറാം പൊളിറ്റിക്സിനെതിരെയാണിത്. ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് ആയാറാം ഗായാറാം പൊളിറ്റിക്സ്. എന്താന്ന് ഞാൻ പറയാം. ആയാറാം ഗായാറാം എന്ന് പറഞ്ഞാൽ ഹി വാസ് എ ലെജിസ്ലേച്ചർ ഫ്രം ഹരിയാന. ഹരിയാന MLA ആണ്. ഒരു ദിവസം തന്നെ 3 തവണ പാർട്ടി, അതായത് ഇവിടെ കാശ് ഇവിടെ പൊസിഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് എന്താ ചെയ്യുന്നത്, ആയാറാം ഗായാറാം എന്നുള്ള സിസ്റ്റം. വന്നു പോയി, ഈ പാർട്ടി വന്നു ആ പാർട്ടിയിലേക്ക് പോയി, പിന്നെ വേറെ പാർട്ടിയിലേക്ക്. ഈ സിസ്റ്റത്തിനെതിരെ വർക്ക് ചെയ്യും എന്ത്, ആന്റി ഡിഫെക്ഷൻ ലോ. പിന്നെ മണി പവർ കർബ് ചെയ്യും, റെഡ്യൂസസ് ദ മാൽ പ്രാക്ടീസ് ഓഫ് ഇൻസൈറ്റ്മെന്റ്സ് ആൻഡ് ബ്രൈബറി ടു ഇൻഫ്ലുവൻസ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്. കാശ് മേടിച്ചൊക്കെ മാറിയാൽ നിങ്ങളുടെ സ്ഥാനം തെറിക്കും. പിന്നെ എൻഷുർ കോഹർഷൻ, പാർട്ടി ഡിസിപ്ലിൻ ഉറപ്പാക്കും, യൂണിറ്റി ഉറപ്പാക്കും. പാർട്ടിയിലുള്ളവരെല്ലാം ഒരേ രീതിയിൽ നിന്ന് വർക്ക് ചെയ്താൽ പാർട്ടിയുടെ സിസ്റ്റം ബെറ്റർ ആയിരിക്കും, ഡിസിഷൻസ് ഒക്കെ പെട്ടെന്ന് എടുക്കാം. പക്ഷെ ഇതിനകത്തൊക്കെ ചില പ്രശ്നമുണ്ട്. ചിലപ്പോൾ ആ പാർട്ടി എടുക്കുന്ന ഡിസിഷൻസ് തന്നെ റോങ് ആണെങ്കിലോ, അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ദിസ് ഗ്രാൻസ് ലീഗൽ സ്റ്റാറ്റസ് ആൻഡ് ഇമ്പോർട്ടൻസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ്
റീഇൻഫോഴ്സ്ഡ് പാർട്ടി ബേസ്ഡ് ഡെമോക്രസി സിസ്റ്റം. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഇനിയും ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് ഞാൻ ChatGPT ക്രിയേറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഗുഡ് ഇന്റന്റ് ബട്ട് ഫ്ലോഡ് എക്സിക്യൂഷൻ. ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. പലരും പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ സ്പീക്കർ എന്ന് പറയുന്ന ആൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? സ്പീക്കർ ന്യൂട്രൽ ആയിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യയിൽ ഏതെങ്കിലും സ്പീക്കർ ന്യൂട്രൽ ആയിട്ടുണ്ടോ? അവർ ഏത് പാർട്ടിയിൽ നിന്ന് വരുന്നോ മിക്കവാറും ആ പാർട്ടി പറയുന്ന പോലെയൊക്കെയാണ് അവർ പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും പ്രിസൈഡിങ് ഓഫീസർ എന്ത് ചെയ്യും? ഡിഫക്ഷന്റെ കേസിൽ അവരുടെ പാർട്ടിയിലുള്ളവരുമായിട്ട് ചാഞ്ഞു നിൽക്കും. കാരണം 2017 ഒരു സംഭവം നടന്നു. ആന്ധ്രാപ്രദേശിൽ ഓപ്പോസിഷൻ പാർട്ടി എന്ത് ചെയ്തു? അവർ അസംബ്ലി ബഹിഷ്കരിച്ചു. കാരണം എന്താ? അവരുടെ പാർട്ടിയിൽ നിന്ന് 20 MLA-മാർ 1.5 വർഷം മുമ്പ് ഡിഫക്ട് ചെയ്തിട്ടും സ്പീക്കർ എന്ത് ചെയ്തില്ല? അനങ്ങിയില്ല. സ്പീക്കർ റൂളിംഗ് പാർട്ടിയുടെ ആളാണല്ലോ. ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് 20 പേര് ചാടി, അവരെ പുറത്താക്കണ്ടേ? സ്പീക്കർ മിണ്ടാതിരുന്നു, ഡിസിഷൻ ഒന്നും എടുത്തില്ല. മനസ്സിലായോ? അപ്പൊ ഈ സ്പീക്കർ എന്താ ചെയ്യുന്നത്? സ്വന്തം പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്. ഇത് ആന്റി ഡിഫക്ഷന്റെ പ്രശ്നമാണോ? അതായത് ആ ഫൈനൽ ഡിസിഷൻ മേക്കർ സ്പീക്കർ ആയതുകൊണ്ട് സ്പീക്കറിന്റെ പാർട്ടിയിലേക്കാണ്, സ്പീക്കർ ഉണ്ടായിരുന്ന പാർട്ടി, ആ പാർട്ടിയിലേക്കാണ് ആൾക്കാർ വന്നത്. ഓപ്പോസിഷൻ പാർട്ടി പെറ്റീഷൻ വിട്ടു, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക്, ഭരിക്കുന്ന പാർട്ടിയിലേക്ക് കുറെ പേര് ചാടിയിട്ടുണ്ട്. സ്പീക്കർ ഒന്നും മിണ്ടാതിരിക്കും. പ്രശ്നമല്ലേ? ഇനി രണ്ടാമത്തെ എന്താ? റബി റേ, ശിവരാജ് പാട്ടീൽ. ഇവർ രണ്ടും മുൻ സ്പീക്കറുകളാണ്. ശിവരാജ് പാട്ടീൽ ആയിക്കോട്ടെ, റബി റായ് ആയിക്കോട്ടെ. ഇവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള എക്സ്പെർട്ടൈസ് ആർക്കില്ല? ഈ സ്പീക്കർമാർക്കില്ല. അത് സ്പീക്കർമാർക്ക് ഇതിനെ പറ്റി അത്ര ധാരണയില്ല. അതുകൊണ്ട് ഇവരിത് ചെയ്യാൻ യോഗ്യരല്ലെന്ന് റബി റേയും ശിവരാജ് പാട്ടീലും പറയുന്നു. ചിലർ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കേസുമായിട്ട് തന്നെ ബന്ധിക്കാം. ഇതിനകത്ത് നമ്മൾ സ്പീക്കർ ബയസ്ഡ് ആയിട്ട് പെരുമാറുന്നു, അതുപോലെ അതും ബന്ധിക്കാം. അതായത് ഡിഫക്ഷന്റെ ഒരു കേസ് ഒരു സ്പീക്കറിന്റെ ഫ്രണ്ടിൽ വന്നാൽ ഒരു ലിമിറ്റഡ് ടൈം കൊണ്ട് തീരുമാനം എടുക്കണ്ടേ? അതായത് ഇനിയിപ്പോ 2 വർഷം മാത്രം ഭരണം ബാക്കിയുള്ള കുറെ MLA-മാരും MP-മാരും ചാടി 2 വർഷത്തേക്ക് ഈ സ്പീക്കർ മിണ്ടാതിരുന്നിട്ട് പിന്നെ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ എന്താ പറയുന്നത്? ഒരു ടൈം ബൗണ്ട് രീതിയിൽ തീരുമാനം ആരെടുക്കണം? സ്പീക്കർ എടുക്കണം. പക്ഷെ ഇവിടെ KM സിംഗ് വേഴ്സസ് സ്പീക്കർ ഓഫ് മണിപ്പൂർ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് മിനിമം ഒരു 3 മാസം ആക്കാതിരിക്കണം. പക്ഷെ ഇപ്പോഴും പല കേസുകളിലും എന്താ നടക്കുന്നത്? സ്പീക്കർ ചിലപ്പോൾ അനങ്ങാതിരിക്കും, തീരുമാനം എടുക്കില്ല. പിന്നെ കോടതിയുടെ പ്രശ്നം വെച്ചാൽ കോടതി ഇതിനകത്ത് ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ, അവസാന സ്റ്റേജിൽ ഇത് അനങ്ങാതാവുമ്പോൾ പെറ്റീഷൻ കേട്ടിട്ടാണ് കോടതി എന്ത് ചെയ്യാറുള്ളത്? ഇതിനകത്ത് ഇടപെടാൻ കോടതി കഴിയാറുള്ളൂ. പിന്നെ വേറൊരു ഉടായ്പ ഇവർ കാണിക്കാറുണ്ട്. എന്താണ് ഉടായ്പ എന്ന് പറഞ്ഞാൽ, ഇവരെന്ത് ചെയ്യും? പാർട്ടി മാറത്തില്ല. എനിക്കിപ്പോ ഇപ്പുറത്തെ പാർട്ടിയിലേക്ക് പോകണം, ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് റിസൈൻ ചെയ്ത് കളയും. റിസൈൻ ചെയ്തിട്ട് ആ വർഷം തന്നെ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ അപ്പുറത്തെ പാർട്ടിക്ക് വേണ്ടി നിൽക്കും, ഞാൻ ജയിക്കും. ശരിക്കും പറഞ്ഞാൽ ഡിഫക്ഷൻ തന്നെയല്ലേ അവിടെ നടക്കുന്നത്. ഞാൻ റിസൈൻ ചെയ്തു, വീണ്ടും എലക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പൊ ഇതൊരു ഷോർട്ട് കട്ട് പോലെ. ഡിഫക്ഷൻ ലോയും എനിക്ക് ബാധകമല്ല. ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് അപ്പുറത്തെ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടി ഇവിടുന്ന് റിസൈൻ ചെയ്തു, പൈസ മേടിച്ചു, പിന്നെയും മത്സരിച്ചിട്ട് പിന്നെയും ഓപ്പോസിഷൻ പാർട്ടിക്ക് വേണ്ടി കയറി പറ്റി, എന്നെ ഡിസ്ക്വാളിഫൈ ആവുന്നില്ല. അപ്പൊ ഇത് ഇവർ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ് റിസൈൻ റീഎലക്ട് സർക്കംവെൻഷൻ. സർക്കംവെൻഷൻ എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഡിഫക്ഷൻ ലോയെ. അപ്പൊ ഇതൊരു ഉടായ്പ കാണിച്ചവർ എന്ത് ചെയ്യും? പിന്നെ എലക്റ്റഡ് ആവും. പിന്നെ വിപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ലെജിസ്ലേറ്റേഴ്സ് ടു വോട്ട് എക്സാക്ട്ലി ആസ് ദ പാർട്ടി ബോസസ് ഡിക്റ്റേറ്റ്. ഇത് ഡെലിബറേറ്റീവ് ഡെമോക്രസിക്ക് എതിരാ. ഇത് കാരണം പലരും ചാടിയും ചെയ്തു. കാരണം എനിക്ക് എന്റേതായ ഒരു വ്യൂ പോയിന്റ് വേണം, ഇന്റേണൽ ഡെമോക്രസി വേണ്ടേ? അപ്പൊ ഇന്റേണൽ ഡെമോക്രസിക്ക് എതിരാണ് എന്ത്? ഡിഫക്ഷൻ ലോ എന്ന് ചിലര് പരാമർശിക്കാറുണ്ട്. പിന്നെ മെർജർ ഫിക്ഷൻ, ഇതൊരു രസമാണ്. അതായത് നമ്മള് റീറ്റെയിൽ ആയിട്ട് MLA-മാരും MP-മാരും പുറത്ത് ചാടിയ പ്രശ്നം, പക്ഷെ ഹോൾസെയിൽ ആയിട്ട് കുതിര കച്ചവടം നടത്തിയ പ്രശ്നമില്ല. മനസ്സിലായോ? 2/3 എക്സെപ്ഷൻ അസ്യൂംസ് മാസ് ഡിഫെക്ഷൻസ് റെപ്രസെന്റ് ഐഡിയോളജി ഷിഫ്റ്റ് റാദർ ദാൻ ഗ്രീഡ്. റിയാലിറ്റി എന്താ? റീറ്റെയിൽ ഡിഫെക്ഷൻ ഇസ് ഇല്ലീഗൽ ബട്ട് ഹോൾസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് പൈസ മേടിച്ചോ അല്ലെങ്കിൽ പവറിന് വേണ്ടി ചാടുന്നതോ രണ്ടും ശരിക്കും ഒരുപോലെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഐഡിയോളജി വേറെ അതോ ഗ്രീഡിന് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് ആന്റി ഡിഫെക്ഷൻ ലോയുടെ പോരായ്മകൾ. ഓക്കെ, ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചു നിങ്ങളെ? ഇതിന്റെ എത്തിക്കൽ കുറെ സ്കോളേഴ്സിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തന്നു. പിന്നെ ആന്റി ഡിഫെക്ഷൻ ലോ എങ്ങനെ നമ്മുടെ ഭരണഘടന വന്നു, അതിന്റെ ഫീച്ചേഴ്സ്, എങ്ങനെ ഡിഫെക്ഷൻ നടക്കാം, എങ്ങനെയൊക്കെ ഡിസ്ക്വാളിഫൈഡ് ആവാം, അതിന്റെ ചരിത്രം, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആംഗിള്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ അഡ്വാൻറ്റേജ് പഠിപ്പിച്ചു, പിന്നെ അതിലുള്ള പ്രശ്നങ്ങളും പഠിപ്പിച്ചു.
ദ വേ അഹെഡ്. ശ്രദ്ധിക്കണ്ട, നല്ല സമരമാണെങ്കിൽ അവർ നല്ലോണം സമരം ചെയ്തോട്ടെ. ഓക്കെ, എക്സഫൈയുടെ സമരമാണ്. അപ്പൊ കർബിങ്. ഇനി നമുക്ക് വേ ഫോർവേഡ് എന്താ? വിപ്പിന്റെ ടൈറനി അവസാനിപ്പിക്കണമെന്ന് ചിലർ പറയുന്നു. കാരണം വിപ്പ് കാരണമാണ് പലരും പാർട്ടി വിടുന്നത്. കാരണം ഇന്റേണലി അവർക്ക് പറയാം. ഇപ്പൊ എന്റെ കോൺസ്റ്റിറ്റ്യൻസിയുടെ കാര്യം എനിക്ക് പറയണ്ടേ, പാർട്ടി മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ദിനേശ് ഗോസ്വാമി കമ്മിറ്റി എന്താ പറയുന്നത്? ഈ വിപ്പ് സിസ്റ്റം തന്നെ അങ്ങ് എടുത്തു കളയുക. വിപ്പ് സിസ്റ്റം നിങ്ങൾ എടുത്തോ. എന്തിനു വേണ്ടി? പാർട്ടിയുടെ സർവൈവലിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു നോ കോൺഫിഡൻസ് മോഷൻ നടക്കുന്നു, മണി ബില്ല് പാസ്സാവുന്നു. ഇതിനകത്ത് നമുക്ക് പറയാം നമ്മുടെ പാർട്ടിയിലുള്ളവരോട് എന്ത് ചെയ്യാൻ? നിങ്ങൾ പാർട്ടി പറയുന്നത് കേൾക്കണം, പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. അല്ലെങ്കിൽ പാർട്ടിയുടെ ഭൂരിപക്ഷം പോകുന്ന പോലെ ആയിപ്പോൾ പാർട്ടി വീഴും, ഗവൺമെന്റ് വീഴും. ആ സാഹചര്യത്തിൽ നിങ്ങൾ വിപ്പ് പറഞ്ഞോ. അല്ലാതെ ഏതെങ്കിലും ഒരു പൊതുകാര്യത്തിൽ ഒരു വോട്ടെടുപ്പ് നടക്കുന്നു, ഒരു ഡിസ്കഷൻ നടക്കുന്നു, അതിൽ പാർട്ടി പറയുന്ന പോലെ തന്നെ MLA പറയണമെന്ന് വാശി പിടിക്കരുത്. ഇതാണ് ആരുടെ നിർദ്ദേശം? ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ. ഓക്കെ. അപ്പൊ ഫോർ ഓർഡിനറി ലെജിസ്ലേഷൻ MP-മാരെ MLA-മാർക്ക് ഫ്രീ ആയിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കണം. ഓക്കെ, ക്ലിയർ? പിന്നെ അടുത്ത റെക്കമെൻഡേഷൻ എന്താ? ഇവർ ഈ ഉഡായ്പ് പരിപാടി നിർത്തണം. ഉഡായ്പ് പരിപാടി എന്താ? റിസൈൻ ചെയ്തിട്ട് റീഎലക്ട് ആവുന്ന ഈ പരിപാടി നിർത്തണം. സെക്കൻഡ് ARC കമ്മീഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ, അവർ പറയും. ഇതൊക്കെ എല്ലാ ദിവസവും തലേ കയറുന്ന കാര്യമാണ്. സമരം കയറുമ്പോൾ എനിക്ക് മറന്നു പോകുന്നതാ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ എന്ത് പറയുന്നു? ഈ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അമെൻഡ് ചെയ്യുക, നമുക്ക് ഇലക്ഷന് വേണ്ടിയുള്ള ആക്ടാ. അവർ പറയുന്നത് എന്താ? ഇങ്ങനെ ഉഡായ്പ് കാണിക്കുന്നവര് രക്ഷപ്പെടരുത്. എന്തായിരിക്കണം നിയമം? ഞാനിപ്പോ 5 വർഷത്തേക്ക് MLA ആയി, 3 വർഷം കഴിഞ്ഞ് ഞാൻ റിസൈൻ ചെയ്താൽ എന്ത് പറ്റണം? ആ 2 വർഷത്തേക്ക് പിന്നെ എനിക്ക് MLA ആവാൻ പറ്റരുത്. അടുത്ത ടേം വേണം ജയിച്ച MLA ആയിക്കും. ആ റിമൈനിങ് ടേമിൽ MLA അല്ലെങ്കിൽ MP ആവാൻ എന്താണ് ഈ ലൂപ്പ് ഹോൾ എങ്ങനെ ക്ലോസ് ചെയ്യാൻ റെക്കമെൻഡ് പറയുന്നു. ARC കമ്മിറ്റി എന്താ പറയുന്നത്? റിസൈൻ ചെയ്താൽ ആ ടേമിൽ പിന്നെ MLA ആവാൻ പറ്റരുത്. അപ്പൊ ആ ഉഡായ്പ പരിപാടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. പിന്നെന്താ? ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യുക. ഡിഫെക്ഷന്റെ കേസ് ഒരു സ്പീക്കറിന്റെ മുമ്പിൽ എത്തിയാൽ 3 മാസത്തിനുള്ളിൽ തീരുമാനം അറിയിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ മേളിൽ ഇരിക്കാൻ പാടില്ല, സിറ്റ് ചെയ്യാൻ പാടില്ല, കോടതി ഉത്തരവോട് ചേർന്ന് പ്രവർത്തിക്കും. പിന്നെ സ്പീക്കർ എപ്പോഴും ഒരു സ്പീക്കറാണ്. ഈ ഓഫീസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യണം? പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്യണം. പിന്നെ പുള്ളി എന്ത് ചെയ്യണം? ബൈപാർട്ടിസൺ ആയിട്ട് ഇദ്ദേഹം ന്യൂട്രൽ ആയിട്ട് പെരുമാറും. ഓക്കെ. പിന്നെ ഗ്ലോബൽ പ്രാക്ടീസസ് ഉണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ ഈ ഡിഫെക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് സ്പീക്കർ ഒന്നുമല്ല, അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള എന്തുണ്ട്? ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ട്. അതുപോലെ സാധനം വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. അതുപോലെ വേണമെങ്കിൽ ഇൻഡിപെൻഡന്റ് ട്രിബ്യൂണൽ മെക്കാനിസംസ് കൊണ്ടുവരാം. ഈ ട്രിബ്യൂണൽ മെക്കാനിസം സജസ്റ്റ് ചെയ്ത് എന്താ? നാഷണൽ കമ്മീഷൻ ഓൺ റീവർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ഒക്കെ വരുത്താൻ വേണ്ടി നിയമിച്ച, അതിന്റെ സജഷൻ തരാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ. ഇവർ പറയുന്നത് എന്താ? ഒരു കാര്യം ചെയ്യും, ഇതുപോലെ ജുഡീഷ്യൽ കമ്മീഷൻ പോലെ ഇന്ത്യയിൽ എന്തുണ്ടാക്കണം? ഒരു ഇൻഡിപെൻഡന്റ് ട്രിബ്യൂണൽ ഉണ്ടാക്കുക, റിട്ടയർഡ് ജഡ്ജസ് ഒക്കെ ചേർന്ന്. അവർക്കറിയാം ഈ കാര്യങ്ങൾ തീരുമാനം, അവര് തീരുമാനിക്കട്ടെ ഡിഫെക്ഷൻ, അല്ല സ്പീക്കർ അത് തീരുമാനിക്കണ്ട. ക്ലിയർ? പിന്നെ കോടതിക്ക് ലേറ്റർ സ്റ്റേജ് വേണ്ട. തുടക്കത്തിലെ പ്രശ്നം കണ്ടാൽ ആർട്ടിക്കിൾ 142, 141 കംപ്ലീറ്റ് ജസ്റ്റിസ് ചെയ്യാനുള്ള പവർ ഉപയോഗിച്ച് കോടതി വേണമെങ്കിൽ നേരിട്ട് ഇടപെടണമെങ്കിൽ ഇടപെട്ടോട്ടെ. ഇതൊക്കെയാണ് ഡിഫെക്ഷൻ പ്രോപ്പർ ആയിട്ട് ഈ നിയമം നടപ്പിലാക്കാനുള്ള സജഷൻസ്. അപ്പൊ നമ്മുടെ ഡിസ്കഷൻ എന്ത് ചെയ്തു? ഫിനിഷ് ആയി. ശരിക്കും പറഞ്ഞാൽ TSC പഠിപ്പിക്കുന്നതിന്റെ ഒരു 40-50% ഞാൻ എന്ത് ചെയ്തു? ഇവിടെ തന്നെ പഠിപ്പിച്ചു തരാത്ത തുടക്കത്തെ ആർട്ടിക്കിൾസ് കിട്ടി. അതുകൊണ്ടാണ് ഇതൊന്നുകൂടി ഡിസ്കസ്. അപ്പൊ നിങ്ങൾ ഡിഫെക്ഷൻ ഇത്രേ പഠിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ ലക്ഷ്മികാന്ത് നോക്കിയാൽ ഇത്രയും കാണില്ല. ഓക്കെ, ബട്ട് ഓക്കെ ആണ്. നമ്മൾ ഒന്നുകൂടെ പാർലമെന്റ് പഠിക്കുമ്പോഴത്തേക്ക്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? 3 minutes ബ്രേക്ക് എടുക്കാം. 3 minutes കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇനി ഒരെണ്ണം ഞാൻ പറഞ്ഞു, ഇത് ഇമ്പോർട്ടൻ്റാ. UK ഇന്ത്യ CETA ട്രേഡ് എഗ്രിമെന്റ്. ഓക്കെ, ഈ ട്രേഡ് എഗ്രിമെന്റ് കഴിഞ്ഞ് നമുക്ക് എന്തുകൂടെ? സ്പേസ് ലോഞ്ച് കൂടെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയറിന് കഴിഞ്ഞു. അപ്പൊ 3 minutes ബ്രേക്ക് കഴിഞ്ഞ് വി വിൽ ഡു CETA, ഇന്ത്യ UK CETA, പിന്നെ അതുപോലെ സ്കൈ റൂട്ടിന്റെ മിഷനും. അത് ഇതിൽ എലാബറേറ്റ് ആയിട്ട് ഞാൻ പഠിപ്പിക്കും ഒരു 10-25 മിനിറ്റ് എടുത്ത്. ഓക്കെ, 3 minutes ബ്രേക്ക് ആട്ടോ. 3 minute ബ്രേക്കാണ്, പോരുത്. ശരിക്കും ഈ ബ്രേക്ക് എനിക്കാണ് തൊണ്ട പൊട്ടുന്നത്.
ഞാൻ ഈ കൊടിയൊക്കെ പിടിച്ചോണ്ടാണ്. ഓൺലൈൻ സ്റ്റുഡൻസ്, ആം ഐ ഓഡിബിൾ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ UK, ഇന്ത്യ, സെറ്റ. സെറ്റയാണ് പഠിക്കേണ്ടത്. ഇതൊരു കറണ്ട് അഫയർ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് ചെറിയ തോതിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എനിക്ക് എക്കണോമിക്സിലേക്ക് ഒത്തിരി കയറി പോകാൻ പറ്റില്ല. നിങ്ങൾ എക്കണോമിക്സ് പഠിച്ച കുട്ടികളുമല്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക്കലി സ്ലൈഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ സെറ്റാന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ട്രേഡ് എഗ്രിമെന്റ്സ് പല ടൈപ്പിലുണ്ട്. ഇപ്പൊ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളുമായിട്ട് പല രീതിയിലുള്ള എഗ്രിമെന്റിൽ അസൈൻ ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ മൗറീഷ്യസുമായിട്ട് സൈൻ ചെയ്തത് എന്താ, CCCPA ആണ്. UAEയുമായിട്ട് സെപ്പയാണ്, കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്. ഓസ്ട്രേലിയയുമായിട്ട് സൈൻ ചെയ്ത് എക്ടയാണ്, എക്ട. ഒമാനുമായിട്ട് അഗെയിൻ സെയിം തന്നെ, സെപ്പയാണ്. ന്യൂസിലാൻഡുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്. UK അഗെയിൻ സെറ്റയാണ്. ഇതെല്ലാം തമ്മിൽ ഈ ടെപ്പ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, PTA ഉണ്ട്, പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്. അപ്പൊ ഇതെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട്. ബിറ്റയുണ്ട്, BITA. ഓക്കെ. അപ്പം ഇതൊക്കെ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ. എക്ട, സെപ്പ, സെറ്റ, PTA, FTA എല്ലാം തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് പക്ഷെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, യു ഷുഡ് ബി അവെയർ. ഓക്കെ. ChatGPT ആശ്രയിക്കേണ്ട. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഡു ആസ് എ ഹോംവർക്ക്. ചിലപ്പോൾ നിങ്ങളുടെ എക്കണോമിക് ഫാക്കൽറ്റി ഇതെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നു എന്ന് വരില്ല. ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞൊരു അമ്പർല ആയിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ വാക്കുകളൊക്കെ തമ്മിൽ ചെറിയ 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 ഡിഫറൻസ് ഉണ്ട്. കുറച്ചൊക്കെ ഇതിനകത്ത് മനസ്സിലാക്കിയെടുക്കും. ഓക്കെ. അപ്പൊ നമ്മൾ UK ചെയ്തിരിക്കുന്ന ഏതാ, CETA, കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ്. ഓക്കെ, ക്ലിയർ? പിന്നെ നമുക്ക് ഈ UK, ഇന്ത്യ, CETA നോക്കാം. UK എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ വരുന്നത്? ബ്രിട്ടൻ, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, പിന്നെ അയർലാൻഡ്. ഈ 4 എണ്ണോടെ ചേരുന്നത്. അയർലാൻഡ് വേറൊരു അയർലാൻഡ് ഉണ്ട്, രാജ്യം, അതല്ല. പക്ഷെ ഈ 4 എണ്ണം ചേരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, UK എന്ന് പറയുന്നത്. അപ്പൊ UK എന്ത് സൈൻ ചെയ്തേക്കുന്നത്, സെറ്റ. യൂറോപ്യൻ യൂണിയനുമായിട്ട് നമുക്ക് വേറെ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്. അത് ക്ലാസ്സിൽ ഞാൻ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. അപ്പൊ നമ്മളിത് UK ഒരു കാലത്ത് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ഈ UK നമ്മളിപ്പോ എന്ത് ഇതിലേക്ക് ഏർപ്പെട്ടേക്കുന്നത്, ഒരു ട്രേഡ് എഗ്രിമെന്റ്. ശരിക്കും പറഞ്ഞാൽ തമാശക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ UK നമുക്ക് പണ്ടേ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന്. അതൊരു വൺ വേ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. അതെന്താ വൺ വേ ട്രേഡ് എഗ്രിമെന്റ്? UK നിന്ന് ഏതെങ്കിലും ഗുഡ് ഇന്ത്യയിലേക്ക് വന്നാൽ അതിന്റെ മേളിൽ വലിയ ടാക്സ് ഇല്ല. ഓക്കെ. പക്ഷെ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും സാധനം അന്ന് കാലത്ത് നമ്മൾ കോളനി ആയപ്പോഴുള്ള സമയമാണ്, ബ്രിട്ടനിലേക്ക് പോയിരുന്നെങ്കിലോ അതിന്റെ മേളിൽ അവർ വലിയ ചുങ്കം വെച്ചിരുന്നു. അപ്പം അത് കാരണം നമ്മൾ നശിച്ചു പോയത്. ഈ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് പണ്ട് കാലത്ത് തമാശക്ക് ഞാൻ പറയുന്നതാണ്, പക്ഷെ റിയാലിറ്റിയാണ്. വി ഹാഡ് എ വൺ സൈഡഡ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. അതായത് അന്ന് ബ്രിട്ടൻ ഉണ്ടല്ലോ ഇവിടെ, ബ്രിട്ടന്റെ കോളനിയാണ് എന്ത്, ഇന്ത്യ, അല്ലേ? ബ്രിട്ടനിൽ നിന്ന് എന്തെങ്കിലും സാധനം, അതായത് മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ഇങ്ങോട്ട് വരുന്നു, ഇതിന്റെ മേളിൽ ടാക്സ് ഇല്ല. അതായത് ഇവിടെ 20 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ 20 രൂപയ്ക്ക് കിട്ടും. അപ്പൊ ഇന്ത്യക്കാരെല്ലാം എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുള്ളൂ? ബ്രിട്ടന്റെ ഗുഡ്സ് നമ്മൾ ഇഷ്ടം പോലെ മേടിച്ച് ഉപയോഗിക്കും. പക്ഷേ ഇന്ത്യയിൽ ഇപ്പം നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി വരുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു സാധനം, അങ്ങനെ ഇന്ത്യയുടെ ക്ലോത്ത് ആയിക്കോട്ടെ, കോട്ടൺ ആയിക്കോട്ടെ, ഹാൻഡിക്രാഫ്റ്റ് ആയിക്കോട്ടെ, ഇത് ബ്രിട്ടനിലേക്ക് വിടുന്നു. ഇവിടെ ടാക്സ് കയറ്റുവന്മാര്. അപ്പൊ ബ്രിട്ടനിൽ നമ്മുടെ ഗുഡ്സ് കോസ്റ്റ്ലി ആവും, അവരുടെ ഗുഡ്സ് നമ്മുടെ അവിടെ ചീപ്പ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഗുഡ്സ് ആദ്യം മേടിക്കില്ല, അവരുടെ ഗുഡ്സ് ഇവിടെ നമ്മൾ മേടിക്കും. ഇതായിരുന്നു പണ്ടത്തെ അവസ്ഥ. അപ്പൊ ഇതിനെ തമാശക്ക് നമുക്ക് എങ്ങനെ പറയാം, ഒരു വൺ സൈഡഡ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. പക്ഷെ ഇപ്പം നമ്മൾ വലുതായി വളർന്നു. ഇപ്പം നമ്മൾ UK എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമല്ല നമുക്കും ബെനിഫിറ്റ് കാണും. ഓൺലൈൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ജസ്റ്റ് ഹിസ്റ്ററി ഒന്ന് കണക്ട് ചെയ്തതാണ്. ഓക്കെ.
അപ്പൊ ഈ CET വഴി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ടോ? ബ്രിട്ടനും നമ്മളും അല്ലെങ്കിൽ UK-യും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് 100 ബില്യൺ വരെയെങ്കിലും എത്തിക്കുക 2030. ഓൾറെഡി 100 ബില്യൺ മാർക്ക് ടച്ച് ചെയ്യുന്ന 2 രാജ്യങ്ങളേ ഉള്ളൂ ഇന്ത്യയായിട്ട്. ഏതൊക്കെയാ? ചൈനയും USA. ആ ലെവലിലേക്ക് ഇവിടെയും ട്രേഡ് ഉണ്ടാക്കുക. ഇതനുസരിച്ച് UK എന്തോ ഓഫർ ചെയ്യുന്നു? 99% സീറോ ഡ്യൂട്ടി ആക്സസ് ഓൺ 99% ഓഫ് ഇന്ത്യൻ താരിഫ് ലൈൻസ്. നേരെ തന്നെ ഇന്ത്യ പ്രൊവൈഡ്സ് കൺസെഷൻ ഓൺ 89.5% ഓഫ് താരിഫ് ലൈൻസ്. പരസ്പരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസെഷൻസ് കൊടുക്കുന്നുണ്ട്. ഇനി കീ ആയിട്ടുള്ള ഒരു കൺസെഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾസിന്റെ ഇമ്പോർട്ട് നമ്മൾ 10 വർഷം കൊണ്ട് എന്ത് ചെയ്യും? ഫോറിൻ വെഹിക്കിൾസിന് ഇന്ത്യയിലുള്ള ഡ്യൂട്ടി കുറയ്ക്കും. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, പുറത്തുള്ള ബ്രാൻഡുകൾ ഇവിടെ കാറ് മേടിക്കണമെങ്കിൽ ഭയങ്കര ടാക്സാണ്. അതേസമയം UAE-ലോ ദുബൈയിലോ ഈ സെയിം വണ്ടിക്ക് ഇത്രയും വില ഉണ്ടാവില്ല. നമ്മൾ എന്താ പറഞ്ഞേ? UK കമ്പനികൾ, UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ കാറുകൾക്ക് ഇവിടെ വില കുറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഒരു ഫേസ്ഡ് റിജക്ഷനാണ്. ഫേസ്ഡ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയടിക്ക് ഇപ്പൊ എഗ്രിമെന്റ് വന്നു, നാളെ തൊട്ട് ഇവിടെ ബ്രിട്ടൻ ബ്രാൻഡ്സ് അല്ലെങ്കിൽ യൂറോപ്യൻ ബ്രാൻഡ്സ് കാറുകളുടെ വിലയൊന്നും കുറയാൻ പോകുന്നില്ല. പയ്യെ പയ്യെ നമ്മൾ എന്ത് ചെയ്യും? വില കുറയ്ക്കും. അതുപോലെ കോട്ടയം കാണും, ഇത്ര കാറുകൾക്ക് ഇത്ര നമ്പർ വരെ വില കുറയ്ക്കും എന്നുള്ളതായിരിക്കും. ഒറ്റയടിക്ക് കുറയ്ക്കത്തില്ല. സ്കോച്ച് വിസ്കിയുടെയും വില, സ്കോച്ച് വിസ്കിയുടെ പക്ഷെ ഡ്യൂട്ടി നമ്മൾ എന്ത് ചെയ്യും? എഴുതുന്നു. അപ്പം മദ്യപിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു കാര്യമാണ്, കാരണം പെട്ടെന്ന് സ്കോച്ച് വിസ്കിയുടെ വില കുറയും. ഓക്കെ, ഇതൊക്കെയാണ് മേജർ കൺസെഷൻ. പിന്നെ നമ്മൾ ഏകദേശം സർവീസ് ആൻഡ് മൊബിലിറ്റിക്ക് 12 മേജർ സർവീസ് സെക്ടറുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. IT എനേബിൾഡ് സർവീസസ്, നഴ്സിംഗ്, ലീഗൽ, ഫിനാൻഷ്യൽ സർവീസസ്. ഇതിനകത്തൊക്കെ എന്തുണ്ട്? പരസ്പരം ഓപ്പൺ അപ്പ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മ്യൂച്വൽ റെക്കഗ്നിഷൻ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് കുറെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ അങ്ങോട്ട് പോകാനും അവർക്ക് ഇങ്ങോട്ട് വരാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഈ എഗ്രിമെന്റിലുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ ചില സേഫ് ഗാർഡുകൾ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എല്ലാ സെക്ടറും നമ്മൾ അങ്ങ് അവർക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല. അത് നമുക്ക് കുറച്ച് കൺസേണിങ് ആയിട്ടുള്ള സെക്ടർ ഉണ്ട്. നമ്മുടെ ആൾക്കാർ കൂടുതൽ വർക്ക് ചെയ്യുന്ന അഗ്രികൾച്ചർ സെക്ടർ, ഡയറി സെക്ടർ, ഇത് പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? UK-ക്ക് തുറന്നു കൊടുത്തിട്ടില്ല. തുറന്നു കൊടുത്താൽ നമ്മുടെ ക്ഷീര കർഷകർക്കും സാധാരണ കർഷകർക്കും ചിലപ്പോൾ പണി കിട്ടാം. അതുകൊണ്ട് ഈ സെക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. അമേരിക്കയുമായിട്ടും തർക്കം ഇതിന്റെ ബേസിൽ, അവർക്ക് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ കയറി പറ്റും. നമ്മളത് ഇവിടെ സമ്മതിച്ചിട്ടില്ല. ഓൺലൈൻ ഇതൊക്കെ ക്ലിയർ ആയോ? പിന്നെ സോഷ്യൽ സെക്യൂരിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ കൊണ്ടുവന്നു. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നം എന്താ അറിയോ? നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു ജോലിക്ക് നിൽക്കുമ്പോൾ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റിക്ക് EPFO-യിലൊക്കെ ചേർന്ന് നമ്മൾ പൈസ അടയ്ക്കുന്നുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി, ഇൻഷുറൻസിന് വേണ്ടി. UK ചെന്നാൽ അവിടെ പ്രശ്നം എന്താ? അവിടെ നിങ്ങൾ ചെല്ലുമ്പോഴും അവിടെയും നിങ്ങൾ ഈ സെയിം ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ, UK-യിൽ ഇപ്പം നിങ്ങൾക്ക് അതിന്റെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു 10 വർഷം അവിടെ വർക്ക് ചെയ്യണം. ഇന്ത്യക്കാരുടെ പ്രശ്നം എന്താ? ഇപ്പൊ ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാൻ ഇവിടെ EPFO ഒക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അടയ്ക്കുന്നുണ്ട്. ഞാൻ ഒരു 4 വർഷത്തേക്ക് UK-ക്ക് പോയി. UK-ക്ക് പോയപ്പോൾ അവിടെ നിർബന്ധമായി ഞാൻ ഈ കാശ് അടയ്ക്കണം അവിടുത്തെ ഗവൺമെന്റിന്. എന്തിന്? സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി. പക്ഷെ പ്രശ്നമുണ്ട്, 10 വർഷം കഴിഞ്ഞാൽ എനിക്ക് ബെനിഫിറ്റ് കിട്ടും, 4 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരും. അപ്പൊ ഞാൻ UK-യിൽ അടച്ച ആ സോഷ്യൽ സെക്യൂരിറ്റിക്കുള്ള പൈസ വേസ്റ്റ് അല്ലേ? ഇങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ കൊണ്ടുവന്നു. എക്സംസ് ഇന്ത്യൻ പ്രൊഫഷണൽസ് ഫ്രം UK നാഷണൽ ഇൻഷുറൻസ് ഫോർ 5 years. ഇപ്പൊ ഇന്ത്യൻ പ്രൊഫഷണൽസ് ആദ്യത്തെ 5 വർഷം അവിടെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് നമ്മൾ എക്സ്ട്രാ പൈസ ഇൻഷുറൻസിന് അടയ്ക്കേണ്ട. നേരത്തെ ഉണ്ടായ പ്രശ്നം മനസ്സിലായോ? 10 വർഷം കഴിഞ്ഞ് ഇത് ആക്റ്റീവ് ആവും. വെറുതെ ഇന്ത്യക്കാർ 4 വർഷത്തേക്ക് അവിടെ പോകുന്നു, 4 വർഷം ഈ പെൻഷൻ അടയ്ക്കുന്നു, ഇവിടെ നമ്മൾ കാശ് അടയ്ക്കുന്നു, അവിടെ നമ്മൾ കാശ് അടയ്ക്കുന്നു. ഇത് ഒഴിവാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ മോഡേൺ ഫ്യൂച്ചർ റെഡി ഓപ്ഷന് വേണ്ടി ഡിജിറ്റൽ ട്രേഡിന് ഒരു ചാപ്റ്റർ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ഈ അഗ്രിമെന്റിനുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം. ആന്റി കറപ്ഷൻ മെഷേഴ്സ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. എൻവയോൺമെന്റിന്റെയും സസ്റ്റൈനബിലിറ്റിയുടെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. കീ സെക്ടേഴ്സ് നോക്കിയാൽ ടെക്സ്റ്റൈൽസ്, അപ്പാർട്ട്മെന്റ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ജെംസ്, ജ്വല്ലറി, IT ആൻഡ് IT എനേബിൾഡ് സർവീസസ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, അഗ്രി ഫുഡ്, അത് പ്രോസസ്ഡ് മാത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ? ഇപ്പൊ നമ്മുടെ ബയലാറ്ററൽ ട്രേഡ് എത്രയേ ഉള്ളൂ? 55 ബില്യൺ. ഇതിന് എത്ര ബില്യൺ ആക്കണം? 100 ബില്യൺ. ഓക്കെ, താരിഫിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് 99-ഉം 89-ഉം റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, സീറോ ഡ്യൂട്ടി ആക്സസ് ഫോർ 99% ഓഫ് ഇന്ത്യൻ എക്സ്പോർട്സ് ടു UK. അവരുടെ ഗുഡ്സിന് നമ്മൾ 90% തുറന്നു കൊടുക്കും. ഓക്കെ, സീറോ ഡ്യൂട്ടി ആയിരിക്കും.
ഓക്കെ, ഇനി വേറൊരു കാര്യത്തോട് ഈ അഗ്രിമെന്റ് നടക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റുകൾക്ക് എന്തുണ്ട്? ഗവൺമെന്റുകൾക്ക് പല ഗുഡ്സും വേണ്ടി വരില്ലേ? ഗവൺമെന്റിന് പർച്ചേസ് ഉണ്ടല്ലോ. ബ്രിട്ടീഷ് ഗവൺമെന്റിന് അവരുടെ നാട്ടിൽ കുറെ കാര്യങ്ങൾ വേണം, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗവൺമെന്റിനും കുറെ സാധനം. അത് മാസ് ആയിട്ടായിരിക്കും പ്രൊക്യൂർ ചെയ്യും, ബൾക്ക് പ്രൊക്യൂർമെന്റ്. പണ്ടിപ്പോ നമുക്ക് ഇന്ത്യയിലെ ഗവൺമെന്റ് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ മാത്രമായിരിക്കും ബിഡ് ചെയ്യുന്നത്, ഞങ്ങൾ തരാമെന്ന്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? UK കമ്പനികൾക്കും ഇന്ത്യൻ ഗവൺമെന്റിന്റെ സപ്ലയർ ആവാം. അവർക്ക് ബിഡ് പ്ലേസ് ചെയ്യാം, ഞങ്ങൾ ഇത്രയും പൈസക്ക് ഇത്ര തരാം, അവർക്കും ഇതിനകത്ത് കോമ്പീറ്റ് ചെയ്യാം. നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചേഴ്സിനും എന്ത് ചെയ്യാം? UK ഗവൺമെന്റിന്റെ പ്രൊക്യൂർമെന്റിൽ ബിഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സപ്ലയേഴ്സ് ഗെറ്റ് ആക്സസ് ടു UK ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് മാർക്കറ്റ് ഓഫ് ഏകദേശം $122 ബില്യൺ മാർക്കറ്റാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉള്ള കമ്പനികൾക്ക് അവിടെ പോയി അവരുടെ ഗവൺമെന്റ് ഞങ്ങളും ഉണ്ട് ഈ ബിഡിങ്. ലേലം വിളി പോലാണ്, ആര് കുറച്ച് പൈസക്ക് തരും, എത്ര പെട്ടെന്ന് തരും എന്നൊക്കെ അനുസരിച്ച് അവർ കൊടുക്കുന്നു. അതുപോലെ UK മാർക്കറ്റും അവർക്കും അവരുടെ കമ്പനികൾക്കും നമ്മുടെ ഗവൺമെന്റിന്റെ പർച്ചേസിൽ ബിഡ് ചെയ്യാം, നമ്മുടെ ഗവൺമെന്റ് അവർക്ക് സെല് ചെയ്യാം. നമ്മുടെ മാർക്കറ്റ് ഏകദേശം 114 ബില്യൺ. ഓക്കെ, ക്ലിയർ? ഇന്ത്യ ഓപ്പൺസ് അപ്പ് ട്രാൻസ്പോർട്ട്, ഗ്രീൻ എനർജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിത്ത് 20% ഓഫ് ലോക്കൽ കണ്ടന്റ് സേഫ് ഗാർഡ്. ഇതെന്ന് വെച്ചാൽ എന്താ? UK കമ്പനികൾക്ക് ഗ്രീൻ എനർജിയും ട്രാൻസ്പോർട്ടിന്റെയും ഇൻഫ്രാസ്ട്രക്ചറിന്റെയും കാര്യത്തിലൊക്കെ ഇന്ത്യയിൽ ഇനി അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അവർക്ക് പ്രൊഡക്ഷൻ നടത്താം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഒരു UK കമ്പനി ഗ്രീൻ ടെക്നോളജി ഇവിടെ കൊണ്ടുവരുന്നു, പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നു. 20% അവരുടെ കണ്ടന്റ് അവർ ഇന്ത്യയിൽ നിന്ന് തന്നെ മേടിക്കണം, നമ്മുടെ മാനുഫാക്ചറേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, പിന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ കോട്ടാസ് മാർക്കറ്റ്സ് ഓപ്പണിംഗ് ആണ്. ടാക്സ് കൂട്ടി കുറയ്ക്കൊന്നുമല്ല, ചിലതൊക്കെ എന്ത് ചെയ്യും, സമയമെടുത്ത് ടാക്സ് കോട്ടയൊക്കെയാണ്. ഓക്കെ, ഗ്രാജുവൽ സ്ഥലത്തുള്ള ഒരു കാര്യത്തിക്ക് വേണ്ടി ഈ ഒരു എഗ്രിമെന്റ് അനുസരിച്ച് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം വെച്ചാൽ റൂൾസ് ഓഫ് ഒറിജിനെ പറ്റി ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, റൂൾസ് ഓഫ് ഒറിജിൻ. റൂൾസ് ഓഫ് ഒറിജിൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഒരു ബോർഡിൽ പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. റൂൾസ് ഓഫ് ഒറിജിൻ എന്ന് വെച്ചാൽ ആദ്യം അതിനകത്ത് നടക്കുന്ന ഉടായ്പ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഇന്ത്യയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏതെങ്കിലും ഒരു രാജ്യം എക്സ് ഓർ വൈ, ഒരു രാജ്യം തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വന്നു. ഇനി തൊട്ട് ഈ രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഗുഡ്സിന് എന്തില്ല? ടാക്സ് ഇല്ല, സീറോ ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് വില കുറച്ച് ഗുഡ്സ് ഇന്ത്യയിലേക്ക് കടക്കും. ഓക്കെ, നമുക്ക് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യമായിട്ടാണല്ലോ ഈ കരാറുള്ളത്, വേറെ രാജ്യമായിട്ടല്ലല്ലോ. ഇവിടെ ചൈന ചേട്ടൻ നിപ്പുണ്ട്. ചൈന എന്ത് ചെയ്യും? 99% അവന്റെ സാധനം എവിടെ ഉണ്ടാക്കും? ചൈനയിലേക്ക് ഉണ്ടാക്കും. ചൈനയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇത് എങ്ങോട്ട് വിടും? ഈ രാജ്യത്തിലേക്ക് വിടും. 1% മാത്രം ഈ രാജ്യത്തിന്റെ സാധനം എടുക്കും, എന്നിട്ട് ഈ രാജ്യത്തിന്റെ ലേബലും വെച്ച് ഇന്ത്യയിലേക്ക് വിടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഗുഡ് സീറോ ടാക്സിൽ ഇന്ത്യയിലേക്ക് വരുന്ന പോലെ ആയില്ലേ? നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഓൺലൈനിന് വേണ്ടി. അതായത് ഇന്ത്യയും കൊറിയയും നിട്ടോ, സൗത്ത് കൊറിയയും തമ്മിലൊരു ട്രേഡ് എഗ്രിമെന്റ്, സീറോ ടാക്സിന്റെ എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ സൗത്ത് കൊറിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഏത് ഗുഡ്സ് പോയാലും അതിന് എന്തില്ല? വലിയ ടാക്സ് ഇല്ല. ഓക്കെ, പക്ഷെ ഈ എഗ്രിമെന്റ് ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മില്ല, ചൈന ഇല്ല. ചൈന എന്ത് ചെയ്യും? ചൈന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ആ പ്രൊഡക്റ്റിന്റെ 99% സാധനം എവിടെ മാനുഫാക്ചർ ചെയ്യുന്നു? ചൈനയിൽ മാനുഫാക്ചർ ചെയ്യും. എന്നിട്ട് ചൈനയിൽ നിന്ന് ഈ പ്രോഡക്റ്റിനെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? സൗത്ത് കൊറിയയെ കൊണ്ടുവരുന്നു. എന്നിട്ട് 1% മാത്രം എന്തെങ്കിലും ഒരു അഡീഷനോ പാക്കേജിങ്ങോ കളറോ പെയിന്റോ എന്തെങ്കിലും മാത്രം സൗത്ത് കൊറിയയിൽ നിന്ന് ചെയ്തു. എന്നിട്ട് ഇതിനെ സൗത്ത് കൊറിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിടുന്നു. അപ്പൊ നമുക്കറിയില്ല ഇത് ചൈനയിൽ നിന്ന് വന്നതാണ്. നമ്മൾ കാണുന്നത് എന്താ? ഇത് സൗത്ത് കൊറിയയിൽ നിന്ന് വന്നതാണ്. അപ്പം ചൈനയുടെ ഗുഡ്സ് വെർച്വലി നമ്മൾ തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇല്ലെങ്കിലും ഇന്ത്യയിലേക്ക് എന്താവും? ഇന്ത്യയിലേക്ക് ടാക്സ് ഇല്ലാതെ കയറിപ്പോകും. ഇതിനെ തടയാനാണ് റൂൾസ് ഓഫ് ഒറിജിൻ. എവിടെ നിന്നാണ് ഈ പ്രോഡക്റ്റ് ഒറിജിനേറ്റ് ചെയ്തത്, എവിടാണ് ഇതിന്റെ കൂടുതൽ വാല്യൂ അഡീഷൻ, ഇത് വ്യക്തമായിട്ട് സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ ആ ഗുഡ്സിന് ഇന്ത്യയിലേക്ക് കയറാൻ പറ്റും. ഇപ്പൊ ചൈന UK കുറെ ഗുഡ്സ് വിട്ടിട്ട് UK ഗുഡാന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് അടിച്ചത് കയറ്റാൻ നോക്കിയാൽ നടക്കില്ല. റൂൾസ് ഓഫ് ഒറിജിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും തെളിയിച്ചാലേ ഇന്ത്യയിലേക്ക് അതിനെ ഫ്രീ ടാക്സ് വഴി കടത്തിവിടും. ഓൺലൈൻ ക്ലിയർ ആയോ? റൂൾസ് ഓഫ് ഒറിജിൻ എന്താന്ന്?
ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് നിങ്ങളുടെ എക്കണോമിക്സ് ടീച്ചർ പഠിപ്പിക്കും. ഞാനിത് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഏകദേശം CET-യുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പണ്ട് UAE-യുമായിട്ട് FTA ചെയ്തപ്പോൾ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് UAE വഴി, അല്ലെങ്കിൽ സൗദി അറേബ്യയാണോ UAE എന്ന് എനിക്ക് ഓർമ്മയില്ല, പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സിൽവറിന്റെ എമൗണ്ട് അങ്ങ് കൂടി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും അത് UAE-ന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൾഫ് സ്റ്റേറ്റിൽ നിന്നല്ല വരുന്നത്, പുറത്തുനിന്ന് ആൾക്കാർ കളിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? ഇനിയും ഈ ആക്ടില് വേറെ ഇതിനകത്ത് ഒത്തിരി ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് കണ്ടോ. ഇത് കഴിഞ്ഞിട്ടും വേറെ ആർട്ടിക്കിളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇവർ പറയുന്ന കാര്യം ഇന്ത്യ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇന്ത്യ ഹൈ വാല്യൂ ഗുഡ്സ് കൂടെ എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം. ലോ വാല്യൂ മാത്രമല്ല, ഹൈ വാല്യൂ. പിന്നെ ഇന്ത്യയിൽ ഒരു പ്രശ്നം വെച്ചാൽ ഇന്ത്യ പലപ്പോഴും FTA-യിൽ ഇടപെടുമ്പോൾ ഇന്ത്യക്ക് നഷ്ടം വരാറേ ഉള്ളൂ. ഇന്ത്യ ഈസ് ഓൾവേസ് അണ്ടർ യൂട്ടിലൈസിങ് FTAs. അത് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, ഇന്ത്യ വേറെ രാജ്യമായിട്ട് FTA സൈൻ ചെയ്യുന്നു, അവരെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, പേപ്പർ വർക്ക് ഒന്നും ചെയ്യാതെ നമ്മൾ കടത്തിവെക്കും, നമ്മൾ മടിയന്മാർ. ഈ പ്രശ്നം ഇനി ഉണ്ടാവരുത്. കാരണം പലപ്പോഴും ഇന്ത്യക്കാരുടെ പ്രശ്നം എന്താ, നമുക്ക് ഈ FTA എങ്ങനെ കൊണ്ടുപോകാം, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള അവയർനെസ് നമ്മുടെ ബിസിനസ്സുകാർക്ക് ഇല്ല. അത് വരരുതെന്നും ചിലർ പറയുന്നുണ്ട്. അതാണ് അടുത്ത ആർട്ടിക്കിളിൽ പറയുന്നത്. നമ്മൾ അവയർനെസ് കൂട്ടണം. നമ്മൾ FTA നിൽക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം. ആ രാജ്യം ഇപ്പം ASEAN-ഉം ഇന്ത്യയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടായപ്പോഴോ ASEAN രാജ്യങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായി, ഇന്ത്യക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടായില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സ്ലൈഡിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മളൊന്ന് നോക്കി പോകണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ആർട്ടിക്കിൾ നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം, ഹൈഡ്രജൻ ട്രെയിനിൽ. ഓക്കെ, നമുക്ക് ആ സ്കൈ റൂട്ടിന്റെ സാധനം ഒന്ന് പെട്ടെന്ന് കുറച്ച് സ്പീഡിൽ നമുക്ക് പോവാം. അല്ല, നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരാം, ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാ, ഇത് അടുത്ത ആഴ്ച എടുക്കണോ അതോ ഹൈഡ്രജൻ ഇപ്പൊ എടുത്തിട്ട് ഇത് അടുത്ത ആഴ്ച 2-3 ടോപ്പിക് ഞാൻ പറഞ്ഞു. പ്രൊട്ടസ്റ്റ് ഉണ്ട്, പിന്നെ ഒരെണ്ണോടുണ്ടല്ലോ സെമികോണും, ഇതും സയൻസ് ആൻഡ് ടെക് റിലേറ്റഡാ. ഹൈഡ്രജൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് അടുത്ത ആഴ്ച എടുത്താൽ മതിയോ, അതോ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ അടുത്ത ആഴ്ച എടുത്താൽ മതി? ഇതിന് വലുതാ, എന്താ ചെയ്യണ്ടേ? ഹൈഡ്രജൻ എടുത്താൽ മതിയോ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം സ്റ്റുഡൻസ്, ഓൺലൈൻ ഞാൻ ഹൈഡ്രജന്റെ കാര്യം കൂടി എടുക്കുകയാണ് കേട്ടോ. ഐ എം ടേക്കിംഗ് അപ്പ് ഹൈഡ്രജൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലൊരു ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നോർമലി ഇപ്പൊ ഏതൊക്കെ ടൈപ്പ് ട്രെയിനാണ് ഉള്ളത്? ഒന്ന് ഡീസലൊക്കെ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ബേൺ ചെയ്യുന്ന ട്രെയിൻ, പിന്നെ മേളിൽ ഇലക്ട്രിക് കണക്ടിവിറ്റി വഴി ഓടുന്ന ഇലക്ട്രിക് ട്രെയിൻ. ഇതൊന്നും അല്ലാത്ത ഏത് ടൈപ്പ് ട്രെയിനാണ് ഇപ്പൊ ഓപ്പൺ അപ്പ് ആവാൻ പോകുന്നത്? 89 കിലോമീറ്ററോളം ഓടാൻ പോകുന്ന ഹൈഡ്രജൻ ട്രെയിൻ. എവിടെ തൊട്ട്? ജിന്ദ് തൊട്ട് സോണിപത്ത് വരെ. ജിന്ദ് ടു സോണിപത്ത് എവിടെ? ഹരിയാനയിൽ. ഓക്കെ, ഇവിടെ മാക്സിമം ആൾക്കാർ റോഡ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാ. അപ്പൊ അവർക്ക് വേണ്ടിയും കൂടാണ്. നമുക്ക് മനസ്സിലാവണം, റോഡ് ട്രാൻസ്പോർട്ടിനെക്കാട്ടി ചീപ്പാണ് എന്ത്? റെയിൽവേ ട്രാൻസ്പോർട്ട്. അപ്പൊ വി ഹാവ് ഗോൺ വിത്ത് ദ ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ. ഏകദേശം 10 കോച്ചുകളുള്ള ട്രെയിൻ ആയിരിക്കും, 2 എണ്ണം മറ്റേ എഞ്ചിനായിരിക്കും, 8 കോച്ചുകൾ കാണും. ഓക്കെ, so it generates electricity on board using hydrogen known as the clean fuel. ഈ കാര്യങ്ങളൊക്കെ അടുത്ത ഇതിനകത്ത് നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, യു ഡോണ്ട് നീഡ് ടു വറി. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, നോൺ ടോക്സിക് ആണ്, വിഷം ഉള്ളതല്ല. വെള്ളത്തിൽ നിന്ന് തന്നെയാണ് മിക്കവാറും നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്, ദിസ് ഇസ് ഹൈലി ഇൻഫ്ലേമബിൾ. അപ്പൊ സൂക്ഷിച്ചും കണ്ടു എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. ചെറിയ ലീക്ക് വന്നാലും തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ദ ട്രെയിൻ ആൻഡ് പ്ലാന്റ് ആർ ഫിറ്റഡ് വിത്ത് ഡിവൈസ് ദാറ്റ് കണ്ടിന്യൂസ്ലി വാച്ചസ് ഫോർ ഹൈഡ്രജൻ ലീക്ക്, അൺയൂഷ്വൽ ഹീറ്റ്, ഫ്ലെയിം ആർ സ്മോക്ക്. ബട്ട് സെൻസേഴ്സ് പ്രോപ്പർലി വെച്ചിട്ടുണ്ട് എയർ മൂവ് ചെയ്യാൻ വേണ്ടി. സോ ദെൻ എനി ടൈനി എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ വെയർ ടു ലീക്ക്, ഇറ്റ് ഇസ് സേഫ്ലി ക്യാരിഡ് അവേ ആൻഡ് ഡൈല്യൂട്ടഡ് ബൈ ഓപ്പൺ എയർ. കുറച്ച് വെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രജൻ വന്നാലും വെന്റിൽ കൂടെ കുറച്ച് പുറത്തു പോകും. ഇതിന്റെ റിസ്ക് എന്താ? അടുത്ത സ്ലൈഡുകളിൽ ഞാൻ പറഞ്ഞു. ഇതിന് മണമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ലീക്ക് നോർമൽ കേസിൽ മനസ്സിലാവില്ല. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഇത് ഡിറ്റക്ട് ചെയ്യുന്ന സെൻസേഴ്സും കാര്യങ്ങളും പിടിപ്പിക്കണം. ഓക്കെ, ഇനി ഗ്ലോബൽ ലെവലിലും ഈ ഹൈഡ്രജൻ ട്രെയിൻസ് വലിയൊരു സംഭവം ആയിട്ടില്ല, എന്നിട്ട് ഇന്ത്യ അത് ചെയ്യുന്നു. ഇത് ജർമ്മനിയിലാണ് ഇത് ആദ്യമായിട്ട് ഇവർ കൊമേഴ്ഷ്യൽ സ്കെയിൽ ഒരു ഹൈഡ്രജൻ പാസഞ്ചർ കൊണ്ടുവന്നത്. ഫ്രാൻസും ഇറ്റലിയും ചൈനയും ജപ്പാനും ഒക്കെ പൈലറ്റ് പ്രോജക്ട്സ് റൺ ചെയ്യുന്നതേ ഉള്ളൂ. വലിയ സ്കെയിലിൽ ഇത് റൺ ചെയ്യുന്നത്. നമ്മളും വെറും ഒരു 89 കിലോമീറ്റർ സ്ട്രെച്ചിൽ ഇതിപ്പോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ന്യൂസ്. ഓക്കെ, ഇനി ഹൈഡ്രജന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്. പക്ഷെ ഒരു പ്രശ്നം എന്താ, ഇതിന്റെ ഒരു അപകടമാണ്. ഇത് പെട്ടെന്ന് ഇത് എന്ത് ചെയ്യില്ല, ഇറ്റ് ഡസ് നോട്ട് ഈസിലി സ്പോണ്ടാനിയസ്ലി കമ്പസ്. ദ ഇഗ്നിഷൻ പോയിന്റ് ഓഫ് ഗ്യാസോലിൻ ഇസ് 500 ഡിഗ്രി സെൽഷ്യസ് കമ്പയർഡ് ടു ഹൈഡ്രജൻ വിച്ച് ഇസ് 570. എന്നാൽ പോലും ഞാൻ പറയും ഇത് കമ്പസ്റ്റബിൾ ആണ്.
ഗ്യാസലിന്റെ അത്ര അല്ലെങ്കിലും ഇത് കമ്പസ്റ്റബിൾ ആണ്, ലൈറ്റസ്റ്റ് വെയിറ്റ് ഗ്യാസ് ആണ്, അതുപോലെ എക്സ്ട്രീംലി ലോ ബോയിലിംഗ് പോയിന്റ് ആണ്, ഹൈ കമ്പഷൻ ടെമ്പറേച്ചർ ആണ്, പ്രൊഡ്യൂസസ് നോ ഫ്ലെയിംസ്, കത്തുമ്പോഴും ഫ്ലെയിംസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ? പൊല്യൂട്ടിങ് അല്ല. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് പോലോ സൾഫർ ഡയോക്സൈഡ് പോലോ ഒന്നും ബൈ പ്രോഡക്ട്സ് നിന്നോ ഇത് കത്തുന്നത് കൊണ്ട് ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ ട്രെയിനിന്റെ എന്താ? എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതൊരു പ്രോസസ് ആട്ടോ, ഹൈഡ്രോജൻ എങ്ങനെ വെള്ളത്തിൽ നിന്ന് ഉണ്ടാവുന്നു. ഇത് ഞാൻ കാണാതൊന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇട്ടേക്കുന്നേ ഉള്ളൂ. ആദ്യം വെള്ളം സോഴ്സ് ചെയ്യും, പിന്നെ ഇലക്ട്രിസിറ്റി നമ്മൾ സെപ്പറേറ്റ് ചെയ്യും, പിന്നെ ഈ കിട്ടുന്ന ഹൈഡ്രജനെ നമ്മൾ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും, പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റേഷൻ വഴി ഡിസ്പെൻസ് ചെയ്യും. ഇതാണ് 5 സ്റ്റെപ്പ് ഹൈഡ്രജന്റെ ക്രിയേഷൻ. പിന്നെ നമ്മൾ ഈ ട്രെയിൻ ഓടിക്കാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന സെൽ എന്താണ്, ബാറ്ററി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ. ഇത് സയൻസ് ആൻഡ് ടെക്കിൽ നിങ്ങൾ പഠിക്കും, ഞാൻ ഇവിടെ പഠിപ്പിക്കില്ല. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് പഠിപ്പിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ഏതാ? ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണ്. ഓക്കെ, ക്ലിയർ? ഹൈഡ്രജന്റെ ഗുണം സീറോ എമിഷൻസ് ആണ്, ഹൈ എനർജി ഡെൻസിറ്റി, വെർസറ്റൈൽ ആണ്, ട്രാൻസ്പോർട്ടിനും ഇൻഡസ്ട്രിയിലും പവറിലും പലയിടത്തും ഇത് ഉപയോഗിക്കും. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹൈഡ്രജൻ സിലിണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നു, ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് ഫ്യൂവൽ സെല്ലിൽ കമ്പൈൻ ചെയ്യുന്നു, അതുവഴി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു, ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ട്രെയിൻ ഓടുന്നു. ഇതൊരു സിമ്പിൾ റെപ്രസെന്റേഷൻ, ഈ സ്ലൈഡ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ സിലിണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നു, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് ഫ്യൂവൽ സെല്ലിനകത്ത് കോമ്പിനേഷൻ നടക്കുന്നു, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്നു, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ട്രെയിൻ ഓടുന്നു. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മുടെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് എവിടെ ഉണ്ട്? നമ്മുടെ ട്രെയിനകത്തുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതിന്റെ ക്ലീൻ എമിഷൻ ആണ്, കാർബൺ ഡയോക്സൈഡ് പോലോ നൈട്രിക് ഓക്സൈഡ് പോലോ ഒന്നും അല്ല. എമിഷൻസിൽ ചെറിയ ചെറിയ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സും വരില്ല. സോ ദിസ് ഇസ് എ ക്ലീൻ ഫ്യൂവൽ. ഓക്കെ, ക്ലിയർ? 10 കോച്ചസ് ആണ് ഉള്ളത്, ഏകദേശം 2600. ഇതൊന്നും നിങ്ങളോട് ചോദിക്കില്ല. തൊട്ട് എവിടം വരെയാണെന്ന് ചോദിക്കും. ജിന്ദു തൊട്ട് സോണിപ്പത്ത് വരെയാണ്. 110 കിലോമീറ്റർ ആണ് ഇതിന്റെ ഡിസൈൻ സ്പീഡ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഗവൺമെന്റിന്റെ ഒക്കെ ഒരു ഇതനുസരിച്ച് ഇതിന്റെ റണ്ണിങ് സ്പീഡ് 75 കിലോമീറ്റർ വല്ലതായിരിക്കും. 110 കിലോമീറ്റർ മാക്സിമം സ്പീഡാണ്. പക്ഷെ ജനറലി ഇത് ഓടുന്നത് എപ്പോഴായിരിക്കും? 75 കിലോമീറ്റർ സ്പീഡിലായിരിക്കും. ക്ലിയർ? അപ്പൊ ഇതിനകത്ത് ഏകദേശം 15 ഗ്യാസ് ഡിറ്റക്ടേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിന് മണമൊന്നും ഇല്ലാത്തതുകൊണ്ടും കളർ ഇല്ലാത്തതുകൊണ്ടും ലീക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി എന്തുണ്ട്? നല്ല ഗ്യാസ് ഡിറ്റക്ടേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളും ഇത് പരീക്ഷിക്കുന്നുണ്ട്. ചൈന ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, ഇറ്റലി, US എല്ലാം. ജർമ്മനിയാണ് നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഇതിനകത്ത് കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. എന്താ? ഗ്രീൻ ഹൈഡ്രജൻ ഇപ്പോഴും കോസ്റ്റ്ലി ആണ്. പിന്നെ പേടി എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ് പ്രശ്നം. സൂക്ഷിക്കണം ഈ സാധനം. ഇപ്പോഴും പല ആൾക്കാരും എന്തിനാ ഈ ഓയിലും കോളിന്റെ ഒക്കെ പുറകെ പോകുന്നത്? അതും തീ പിടിക്കും, പക്ഷെ ഇതിനേക്കാട്ടി സേഫാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഒരു ഡേഞ്ചർ ഉണ്ട്. പിന്നെ ഇതിന്റെ കോസ്റ്റ്, അതായത് നമ്മൾ ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കണമെങ്കിൽ അതിന്റെ പുതിയ സിസ്റ്റംസ് കൊണ്ടുവരണം, അതിന്റെ സ്റ്റേഷൻസ് കൊണ്ടുവരണം, അതിന് ട്രെയിൻ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കൊണ്ടുവരണം. അപ്പൊ കുറച്ച് അപ്ഫ്രണ്ട് കോസ്റ്റ് ഇതിന് കൂടുതലാണ്. അപ്പൊ ഹൈഡ്രജൻ സെല്ലിന്റെ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ പഠിക്കണം. അത് ഞാൻ കഴിഞ്ഞ ആർട്ടിക്കിളിൽ പഠിപ്പിക്കേണ്ടതാ, ഞാൻ മറന്നുപോയതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നതാണ്. അതായത് നമ്മൾ ഈ CETS ആയിരുന്നു, UK-യും ഇന്ത്യയും തമ്മിൽ ഈ റിലേഷൻ വരുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം. UK-യുടെ ഒരു പുതിയ പ്രിൻസിപ്പിൾ ഉണ്ട്. ഞാൻ എന്താന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, CBAM, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞ പ്രശ്നം ഒരു തലവേദനയാവാൻ സാധ്യതയുണ്ട്. ഞാൻ ചെറുതായിട്ട് പറയാം. പിന്നെ നമ്മൾ തമ്മിലുള്ള BITA-യും കൺക്ലൂഡ് ചെയ്തിട്ടില്ല. BITA-യും കൺക്ലൂഡ് ചെയ്ത് 2 ഓർത്ത് വെച്ചാൽ ചലഞ്ചസിന്റെ കൂടെ നിങ്ങൾക്ക് ഇത് എഴുതാം. BITA ഇതുവരെ പ്രോപ്പറായിട്ട് സൈൻ ചെയ്തിട്ടില്ല. അതുപോലെ CBAM എന്നൊരു സിസ്റ്റം ഉണ്ട് അവർ. CBAM എന്താന്ന് ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. വരച്ച് പറയാൻ ഇപ്പൊ എനിക്ക് കുറച്ച് മടിയുണ്ടെന്ന് വെച്ചോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാനത് വരച്ച് പറഞ്ഞുതരാം, പെട്ടെന്ന് പറഞ്ഞുതരാം. ഒരു തവണ പറയൂ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. CBAM എന്താന്ന് പറഞ്ഞാൽ, ഇത് ഇപ്പൊ നിങ്ങളുടെ UK യൂറോപ്പിലുള്ള ഏതെങ്കിലും ഒരു കമ്പനികളാണെന്ന് വെച്ചോ. അപ്പൊ യൂറോപ്പിൽ നിങ്ങൾക്ക് ഫാക്ടറി ഉണ്ട് അല്ലെ, ഇവിടെ ഫാക്ടറി ഉണ്ട്. അപ്പൊ യൂറോപ്പിലെ ആൾക്കാര് അല്ലെങ്കിൽ ബ്രിട്ടനിലെ ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് ഈ പൊല്യൂഷൻ വലിയ ഇഷ്ടമല്ല. അവർ ലോകത്തുള്ള എല്ലാ പൊല്യൂഷൻ ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തത്, ഇപ്പൊ പക്ഷെ ഇഷ്ടമല്ല. അപ്പൊ നിങ്ങളൊരു യൂറോപ്യൻ കമ്പനിയാണ്, A, B or C. ഓക്കെ, നിങ്ങൾ ഇവിടെ പൊല്യൂഷൻ വിടുന്നുണ്ടെന്ന് വെച്ചോ, നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും?
നിങ്ങൾ ഇവർക്ക് ടാക്സ്, കാർബൺ ടാക്സ് കൊടുക്കേണ്ടി വരും. അതായത് നല്ല ടാക്സ് നിങ്ങൾ കൊടുത്താലേ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. പല കമ്പനികളും ബുദ്ധി കാണിച്ച് എന്ത് ചെയ്യുമായിരിക്കും, അവർ ഇവിടെ മാനുഫാക്ചർ ചെയ്യില്ല. ആ കമ്പനികൾ പോയി ഇന്ത്യയിലോ പാകിസ്ഥാൻ പറയണ്ട, ഇന്ത്യയോ വേറെ ഏഷ്യൻ രാജ്യങ്ങളിലോ ഒക്കെ പോയി അവരുടെ പ്ലാന്റ്സ് ഇടുമ്പോ യു കെയിലെ കമ്പനി അതാത് ഗവൺമെന്റിന് കൊടുക്കുന്നതിന്റെ അത്രയും ടാക്സ് ഈ കമ്പനികൾക്ക് കൊടുക്കണോ? വേണ്ട. എന്നിട്ട് ഇവർ എന്ത് ചെയ്യും, ഇവിടെ മാനുഫാക്ചർ ചെയ്ത് സെയിം ഗുഡ്സ് യു കെയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ശരിക്കും ആർക്കാ പണി? യു കെയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന കമ്പനികൾ, ഫാക്ടറികൾ, അവർ കൂടുതൽ ടാക്സ് കൊടുക്കുന്നു. അവരുടെ ഗുഡ്സ് ഇവിടെ വിൽക്കുമ്പോൾ അവരുടെ ഗുഡ്സിന് കാശ് കൂടുതലാവില്ലേ, ടാക്സ് കൂടുതലായതുകൊണ്ട് അവരുടെ പ്രൈസും കൂടുതലാവും. സെയിം ഗുഡ്സ് ഏഷ്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ചില കമ്പനികൾ, യു കെ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്കോ അല്ലെങ്കിൽ കൊടുക്കില്ല. ആ റിട്ടേൺ CBAM കൊണ്ടുവന്നിട്ട് അവരെന്താ പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ സൂചിക്കണ്ട. കാരണം ഇവിടെ ഉള്ള കമ്പനികൾക്ക് ഇതൊരു ഡിസഡ്വാൻറ്റേജാണ്. കാരണം നിങ്ങൾ യൂറോപ്പിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഈ പണി ചെയ്യുമ്പോൾ എന്ത് പറ്റും, നിങ്ങൾ ടാക്സ് കൂടുതൽ അടയ്ക്കുന്നു. ഇതിനെ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ പുറത്ത് കൊണ്ടുപോയി പ്ലാന്റ് വെച്ചിട്ട് സെയിം ഗുഡ്സിനെ അടിച്ചു കയറ്റുകയാണ് യൂറോപ്പിലേക്ക്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ തടഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഇവിടെ അടച്ച് കുറച്ച് പൈസ അടച്ചു, ഓക്കെ, ആ രാജ്യങ്ങളിൽ ടാക്സ് അടച്ചു. അത് പോരാഞ്ഞിട്ട് ഈ കമ്പനികളില്ലേ, ഇവരടച്ച ടാക്സിന്റെ സെയിം ലിമിറ്റ് പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യൂടെ. എന്നിട്ടേ നിങ്ങളുടെ ഗുഡ്സിനെ എങ്ങോട്ട് വിടുകയുള്ളൂ, യൂറോപ്പിലേക്ക് വിടുകയുള്ളൂ. അതായത് ഇനി മുതൽ ഏഷ്യയിൽ നിന്നുള്ള രാജ്യങ്ങൾ പോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സ് യൂറോപ്പിലേക്ക് വിടുമ്പോ സാധാരണ യൂറോപ്പിലെ ഒരു കമ്പനി അല്ലെങ്കിൽ ഫാക്ടറി അടയ്ക്കുന്ന ടാക്സിന്റെ ബാക്കി പൈസ, മിച്ചം പൈസ ഒരു എമൗണ്ട് പോലെ അടച്ചാലേ നിങ്ങളുടെ ഗുഡ്സിനെ എങ്ങോട്ട് വിടും, യൂറോപ്പിലേക്ക് വിടും. ഓക്കെ, അപ്പൊ ഇവർക്കുണ്ടായ നഷ്ടത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ്, ഇവരെ ഒരേ ലെവലിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം കൊണ്ടുവന്നത്. ഇത് ശരിക്കും വരച്ചെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷെ അതൊരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. നിങ്ങളുടെ എൻവയോൺമെന്റ് എടുക്കുന്ന ടോപ്പിക്കാണ്, പക്ഷെ ഞാൻ പറഞ്ഞു തന്നു ഇതേ ഉള്ളൂ. ഇത് ഞാൻ കുറച്ച് ഇന്ത്യൻ പാർട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കൈ റൂട്ടിന്റെ സംഭവം നമ്മൾ കുറെ അധികം ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സംഭവം കവർ ചെയ്യുന്നുണ്ട്. വി ആർ കവറിങ് ദിസ് ഇൻ ദ ഡീറ്റെയിൽ മാനർ. അപ്പൊ നമ്മൾ സ്പേസ് ഏജ്, ആദ്യകാലത്ത് എങ്ങനെയാണ് സ്പേസ് റേസ് തുടങ്ങിയത്, ഈ വ്യക്തിയുടെ കാര്യമൊക്കെ രസമാണ്. ഈ വാസ് എ ജർമ്മൻ സയന്റിസ്റ്റ്. ആദ്യം ഈ നാസി ജർമ്മനിയാണ് റോക്കറ്റ് വെട്ടിച്ച് കളിച്ചു തുടങ്ങിയത്, V2 റോക്കറ്റ്സ്, ലണ്ടനിലേക്കൊക്കെ റോക്കറ്റ് വെച്ചു. പിന്നെ ഈ ഏരിയ ബ്രിട്ടൻ സൈതുള്ള രാജ്യങ്ങൾ കൈയടക്കിയപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ച് അമേരിക്ക കൊണ്ടുപോയി നാസയിൽ. എന്നിട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ച് എന്ത് ചെയ്തു, അവരുടെ റോക്കറ്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ കഥയൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ വേൾഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പേസ് ഏജൻസികൾ, പ്രൈവറ്റും ഇന്റർനാഷണലും, പിന്നെ ഇന്ത്യയിലെ സ്പേസ് ഏജൻസികളുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഇസ്രോയുടെ റോൾ എന്താണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ റോൾ എന്താണ്, അതുപോലെ NCIL-ന്റെ റോൾ എന്താണ്, ഇൻസ്പേസിന്റെ റോൾ എന്താണ്, എന്താണ് നമ്മുടെ സ്പേസ് ആർക്കിടെക്ചർ ഓർഗനൈസേഷൻ, ഇന്ത്യയിലുള്ള റെഗുലേറ്ററി ബോഡി ഇസ്രോ, NSIL, ഇൻസ്പേസ്, ഇവരുടെ എല്ലാം ജോലി എന്താണെന്ന്. പിന്നെ ഇന്ത്യയുടെ സ്പേസ് റിഫോംസ്, 2023 ശേഷം ഇന്ത്യ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, പ്രൈവറ്റ് സെക്ടേഴ്സ് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ എങ്ങനെ പ്രൈവറ്റ് സെക്ടറിൽ സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതിന്റെ റൂട്ടുകൾ മാറ്റിയിട്ടുണ്ട്. പണ്ട് എങ്ങനെയാണ്, ഇപ്പോഴെങ്ങനെയാണ്. അതുപോലെ ഇന്ത്യയിൽ പല പല കമ്പനികളുണ്ട് സ്പേസിൽ വർക്ക് ചെയ്യുന്നത്, അവരുടെയൊക്കെ സ്പെഷ്യാലിറ്റീസ് എന്താ. സ്കൈ റൂട്ടാണ് ഇപ്പൊ ഈ ഇത് വിട്ടിരിക്കുന്നത്. അതിന് മുമ്പും കമ്പനികളുണ്ട്, പിക്സൽ സ്പേസ്, ധ്രുവ, ബെല്ലാട്രിക്സ്, അഗ്നികുല്ല്, ഇവരുടെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താണ്. അതുപോലെ ഇന്ത്യയുടെ ഇമ്പോർട്ടന്റ് ആയ സ്പേസ് സെന്റേഴ്സും ഓർഗനൈസേഷൻസും അവരുടെ പ്രസൻസും. പിന്നെ വിക്രം-1 ഈ ലോഞ്ചിന്റെ പ്രത്യേകത എന്താണ്, പിന്നെ ലോവർ എർത്ത് ഓർബിറ്റ് എന്താന്നുള്ള ഒരു ഐഡിയയും അതിന്റെ ഇമ്പോർട്ടൻസും. അതുപോലെ ഇന്ത്യൻ സ്പേസ് സെക്ടർ ബെറ്റർ ആവാൻ നമുക്ക് എന്തൊക്കെ. ഓക്കെ, അതായത് പോരാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ 3 കാര്യങ്ങളുണ്ട്. റൈറ്റ് ടു പ്രൊട്ടസ്റ്റ്, പിന്നെ ഇത് സെമികോൺ, ഡീറ്റെയിൽഡ് ആയിട്ട്. ഇതൊക്കെ ഒരു ആൻസറാ. ഇത് ചെയ്താൽ പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് വരാമെന്നല്ല, നിങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ
ചെയ്യാം. അപ്പം താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓൺലൈൻ ഓക്കെ, ഇന്ന് ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അടുത്ത ആഴ്ച ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരാം. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir.